സ്വാഗതം അർപ്പിക്കുന്നതിനായി ശ്രീ അജയ് മാത്യൂസിനെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, മാന്യ സുഹൃത്തുക്കളെ, ഇന്ന് വളരെ ഒരു മനോഹരമായ ദിവസമാണ്. DC ബുക്കിനെ സംബന്ധിച്ചിടത്തോളം, മലയാള സാഹിത്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സാഹിത്യകാരന്മാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു ധന്യ ആത്മാവ് 92ാം ജന്മദിനമാണ്. സാഹിത്യ പ്രവർത്തനത്തെ വളരെയേറെ പ്രഘോഷിപ്പിക്കുകയും മറ്റുള്ള ഒരു സാഹിത്യകാരന്മാർക്ക് ഒരു നല്ലൊരു അവരുടെ കലയ്ക്കൊരു നല്ലൊരു റിലീസിനുള്ള ഒരു അവസരം കൊടുത്തത് DC സാറാണ്. സാറിൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാറിൻ്റെ പുസ്തകം വരെയാണ്, രഹസ്യമാണ്, പുറത്തു പറയരുത്. കാരണം എത്രമാത്രം പറഞ്ഞു കഴിഞ്ഞാലും ഒരുപക്ഷെ സാറിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. വല്ലപ്പോഴും ചരിത്രത്തിൽ നടക്കുന്ന വല്ലപ്പോഴും ചരിത്രത്തിൽ നടക്കുന്ന ചില അസുലഭ നിമിഷങ്ങളാണിത്. അതുപോലെ തന്നെയാണ് DC സാറിൻ്റെ ജീവിതവും. ഈ ഇന്ന് കാണുന്ന DC ബുക്സും അതുപോലെ തന്നെ DC ബുക്സിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം സാറിൻ്റെ തന്നെ വിഷൻ്റെ ഭാഗമാണ്. അത്രമാത്രം ഒരു വിഷണറി ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ധന്യ ഓർമ്മകളാണ് നമ്മളെ ഇപ്പോൾ നയിക്കുന്നത്. സാറിൻ്റെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ശ്രീ അഴീക്കോട് മാഷാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിതം എഴുത്തിനും വായനയ്ക്കും സാഹിത്യ പ്രവർത്തനത്തിനുമായി ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം കേരള ജീവിതത്തിൻ്റെ തന്നെ ഒരു ധർമ്മബോധത്തിൻ്റെ ഒരു വക്താവാണ് അദ്ദേഹം. പിന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പ്രശസ്ത പത്രപ്രവർത്തകനും ജീവചരിത്രകാരനുമായ TJS ജോർജാണ്. ജോർജ് സാറിനെ ഞാൻ വളരെയേറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DC ബുക്സുമായിട്ട് സാറിന് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. കാരണം സാറിൻ്റെ ഒരു MS സുബ്ബലക്ഷ്മി എ ലൈഫ് എന്ന ബുക്ക് DC ബുക്സാണ് കേരളത്തിലെ ജനങ്ങൾക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് ഉടനെ തന്നെ വായനക്കാരിൽ എത്തിപ്പെടുന്നതാണ്. പിന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത സാഹിത്യകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സാറാണ്. അദ്ദേഹത്തെയും വളരെയേറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് DC ബുക്സിൻ്റെ തുടക്കത്തിൽ DC സാറിനോടൊപ്പം പ്രവർത്തിച്ചു വന്ന NV അരവിന്ദാക്ഷൻ മേനോൻ സാറാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് ജന്മദിനത്തോടനുബന്ധിച്ചുള്ള രാവിലെ തൊട്ട് നമ്മുടെ ചടങ്ങുകൾ ആരംഭിച്ചതാണ്. ഈ ചടങ്ങിനെ വളരെ മനോഹരമാക്കി തീർത്തത് ഒരർത്ഥത്തിൽ DCS മാറ്റിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ്. അവരാണ് ഈ ചടങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്വിസ് പ്രോഗ്രാം അവതരിപ്പിച്ച് സാറിന് പ്രൗഢമായിട്ടുള്ള ഒരു ഓർമ്മ ദിനം സമ്മാനിച്ചത്. അവർക്ക് വളരെയേറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം നൽകും. പിന്നെ ഈ പ്രോഗ്രാം ക്വിസ് പ്രോഗ്രാം വളരെ മനോഹരമാക്കി തീർത്തത് എബ്രഹാം ജോർജ് സാറാണ്. വളരെ ലൈവായിട്ട് കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തു. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ വളരെ പൊതുജനങ്ങളും സാഹിത്യ പ്രവർത്തകരും മീഡിയയിൽ നിന്നുള്ള അനവധി ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി DC ഗ്രൂപ്പ് സഹപ്രവർത്തകരുടെ പേരിൽ സ്വാഗതം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അവസാന നിമിഷത്തിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പുസ്തക പ്രകാശനത്തിൽ അത് ഏറ്റുവാങ്ങുന്നത് അരവിന്ദാക്ഷൻ സാറിന് പകരം അമ്പലപ്പുഴ രാമവർമ്മ സാറാണ്. അടുത്തതായി ഉദ്ഘാടനം നിർവഹിക്കാൻ ശ്രീ സുകുമാർ അഴീക്കോടിനെ ഞാൻ ക്ഷണിക്കുന്നു. DC കിഴക്കേമുറിയുടെ 96ാമത്തെ ജന്മദിനം നാം ഇവിടെ നടത്തുകയാണ്. ഇത് ഇക്കൊല്ലം പലതരത്തിലുള്ള അനുബന്ധ പരിപാടികളോടുകൂടെ നടത്തുന്നു എന്ന് നമുക്കറിയാം. കേരളത്തിലെ ഒരുപാട് കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത് അവർക്ക് വളരെ ഇഷ്ടമായ
പല പരിപാടികളിലും ഇവിടെ ചേരുകയുണ്ടായി ഇതിനു മുമ്പ് എന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം ചെയ്യുന്ന എൻ്റെ ബഹുമാന്യ മിത്രം ശ്രീ TJS ജോർജിനെയും DC-യുടെ ഒരു പുതിയ പ്രബന്ധ സമാഹാരമായ രഹസ്യമാണ് പുറത്തു പറയരുത് എന്ന കൃതി പ്രകാശനം ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ കുഞ്ഞബ്ദുള്ളയ്ക്കും അത് സ്വീകരിക്കാനെത്തിയ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയ്ക്കും ഈ സദസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. DC-യെ ഓർക്കുക എന്ന് പറയുന്നത് എനിക്കെപ്പോഴും വേദനാകരമായ ഒരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ മനസ്സിനെ പരിശോധിക്കുമ്പോൾ ആ മനസ്സിൽ എപ്പോഴും സാന്നിധ്യമുള്ള കുറച്ച് വ്യക്തികളുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയാണ് DC കിഴക്കേമുറി. ഓർക്കുക എന്ന് പറയുമ്പോൾ മനസ്സിൽ ബലാത്കാരമായി കൊണ്ടുവരിക എന്നൊരർത്ഥമാണ് സാധാരണയായിട്ട് എൻ്റെ മനസ്സിൽ തോന്നാറ്. DC-യെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകമായി ഒരു പരിശ്രമം ചെയ്യേണ്ടതില്ല മനസ്സിൽ ഇരിക്കുവാൻ. അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. കോട്ടയം ഇനിയും എത്രയോ ദശാബ്ദങ്ങൾ DC-യെ തങ്ങളുടെ സമൂഹത്തിലെ അനുപേക്ഷണീയമായ ഒരു ഘടകമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ കേരളത്തിലെ സാഹിത്യലോകവും അദ്ദേഹത്തെ മറന്നുകൊണ്ട് ഒരു നിമിഷവും പുലരാൻ സാധിക്കുകയില്ല. പ്രസാധക ലോകവും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഇപ്പോഴും പ്രസാധന രംഗത്തെ ഏറ്റവും വലിയ അധികായൻ. പിന്നെ പത്രപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലും അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു വടവൃക്ഷം പോലെ പന്തലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കേരളത്തിലെ ദേശീയ വൃക്ഷമായ തെങ്ങ് പോലെ ശാഖകളൊന്നുമില്ലാതെ നേരെ മേലോട്ട് പോകുന്ന തരത്തിലുള്ള വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം സത്യത്തിൽ അജ്ഞാതനായ ഒരു വ്യക്തിയായിട്ടാണ് വളർന്നു വന്നത്. പക്ഷേ അദ്ദേഹം ചരമമടയുമ്പോൾ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളായിരുന്നു. ആ കാലവും ഈ കാലവും തമ്മിലുള്ള വ്യത്യാസം DC-യെ പറ്റി ഞാനീ പറഞ്ഞിരിക്കുന്ന വളർച്ചയുടെ ചരിത്രത്തിൻ്റെ വ്യത്യാസത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. DC അറിയപ്പെടാത്ത വ്യക്തിയായിട്ട് വരികയാണ്. നമ്മളൊരാളെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ സമ്പാദ്യം കൊണ്ടോ വലിയ പഠിപ്പ് കൊണ്ടോ വലിയ തറവാട്ട് മഹിമ, ആഢ്യത, ഇതെല്ലാം വെച്ചാണ് നാം ഒരു കാലത്ത് ആളുകളെ വലിയ ആളെന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അതൊന്നുമില്ലാതെ വളർന്ന് ഒരു സാധാരണ വിദ്യാഭ്യാസം മാത്രം ലഭിച്ച് അദ്ദേഹം ഒരു അധ്യാപകനായി അങ്ങനെ നമ്മൾ ഹാഡിയുടെ ഒരു നോവലുണ്ട് ജൂഡ് ദി ഒബ്സ്ക്യൂർ എന്ന്. ആരും അറിയാതെ കൊണ്ട് മൂലക്കിരിക്കുന്ന ഒരാളെ പറ്റിയാണ് ഒബ്സ്ക്യൂർ. DC അത്തരത്തിൽ ഒബ്സ്ക്യൂരിറ്റിയിൽ വളർന്ന ആളാണ്. പക്ഷേ ആ ഒബ്സ്ക്യൂരിറ്റിയെ അതിവർദ്ധിക്കാൻ കഴിഞ്ഞു. ആ കാലഘട്ടത്തിലെ മഹത്വത്തിൻ്റെ അനാവരണം സാഹചര്യത്തിൻ്റെ പ്രതികൂലതയെ ഉല്ലംഘിച്ചുകൊണ്ട് വളരുക എന്നതാണ്. നമ്മളിന്ന് എന്താണോ ഈ കാലത്ത് നമ്മൾ വളർച്ചയുടെയും വികസനത്തിൻ്റെയും ഒക്കെ ശൈലികൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഈ കാലത്ത് നമ്മൾ എന്താണോ ഒരു മനുഷ്യന് ജീവിതത്തിന് പ്രതിബന്ധങ്ങളായിട്ട് കണക്കാക്കുന്നത് അവ ആ കാലത്ത് ചവിട്ടുപടികളായിരുന്നു. അതാണ് ഇന്നത്തെയും അന്നത്തെയും വ്യത്യാസം. പ്രതിബന്ധമായി വരുന്ന ജീവിത സാഹചര്യത്തെ ചവിട്ടുപടിയായി ഉപയോഗിച്ച് അതിവർത്തിക്കുക എന്ന അസാധാരണമായ ഒരു കലാവിദ്യ അന്ന്
ഈ വ്യക്തികൾ തങ്ങളുടെ വളർച്ചയിൽ പ്രയോഗിച്ചിരുന്നു. അങ്ങനെയാണ് DC എന്ന അജ്ഞാതൻ പിന്നീട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ തൻ്റെ പ്രവർത്തന മേഖലകളിൽ അനതിശായിയായ വ്യക്തിമാഹാത്മ്യമുള്ള ഒരാളായിട്ട് വളരുവാൻ കാരണം അതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സംസ്കാരമുണ്ടായിരുന്നു. എത്ര വലിയവനായാൽ ഈ ചെറിയ ഈ ചുറ്റുപാടിനെ വിസ്മരിക്കരുത്. അത് ഇന്ത്യയിലെ ആ കാലത്ത് ഗാന്ധിജി പ്രബോധിപ്പിച്ച ഒരു വലിയ ഉപദേശമായിരുന്നു. നമ്മൾ ഇന്ന് മിക്കവാറും കൈയൊഴിഞ്ഞ ഒരു ഉപദേശം. നമ്മൾ കൂടുതൽ വളരണമെന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിന്നാണോ വന്നത് ആ മാനസിക ഭാവത്തെ സമ്പൂർണ്ണമായി ഉപേക്ഷിക്കുക. അത് പുരോഗതിയുടെ അംഗീകരിക്കപ്പെട്ട ഒരു തത്വശാസ്ത്രമാണ്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. സാഹചര്യങ്ങളെ അതിവർത്തിക്കുന്നതോടൊപ്പം സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിലൊരു പക്വത ഉണ്ടാക്കും. ആ പക്വതയെ ഉപേക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആ സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ളവരെ ഓർമ്മിക്കണം. സാഹചര്യങ്ങളെ അതിവർത്തിച്ച് നിങ്ങൾ മുക്തനും സ്വതന്ത്രനും എല്ലാമായി വളരുമ്പോൾ സാഹചര്യങ്ങളുടെ പ്രതികൂലതയെ അതിവർത്തിക്കാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാരെ വിസ്മരിക്കരുത്. ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. അവനവനെ രക്ഷിക്കുമ്പോൾ ആ രക്ഷണം രക്ഷിക്കലിൻ എന്ന അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യമേ ആകുന്നുള്ളൂ. മറ്റുള്ളവരെ കൂടെ രക്ഷിക്കുക. അത് DC ജീവിതത്തിലുടനീളം അനുവർത്തിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം എഴുത്തുകാർക്ക് ഒരു രക്ഷാമന്ദിരം ഉണ്ടാക്കിയത്. അത് ആദ്യത്തിൽ അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമായിരുന്നു. അവിടെ നിന്ന് വിട്ട സന്ദർഭത്തിൽ അത് അദ്ദേഹത്തിൻ്റെ തന്നെ സൃഷ്ടിയായ DC ബുക്സ് ആയിരുന്നു. ഈ രണ്ടിനെയും അവയുടെ SPCSനെ അതിൻ്റെ നല്ല കാലത്തും DC ബുക്സിനെ ഇപ്പോഴും ഒരു പുസ്തക പ്രസിദ്ധീകരണശാല എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ പോരാ. അത് അംഗീകരിക്കപ്പെട്ടൊരു സാമാന്യമായ ലേബലാണ് പബ്ലിക്കേഷൻ വിഭാഗം. നേരെ മറിച്ച് അത് നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ സ്രഷ്ടാക്കളുടെ മനസ്സിലുണ്ടായ ഒരു വലിയ വികാരമുണ്ട്. ആ വികാരം ഇത് പ്രസാധനം തൊഴിലാക്കിയിട്ട് ലാഭമുണ്ടാക്കുക എന്നതല്ല. ആ കാലത്തെ DC-യോടൊപ്പം പ്രവർത്തിച്ച കാരൂരായാലും പൊൻകുന്നം വർഗിയായാലും പ്രൊഫസർ MP പോളായാലും എഴുത്തുകാർക്ക് സ്വതന്ത്രമായി പുസ്തകമെഴുതി കഴിഞ്ഞുകൂടാൻ പറ്റുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് അതിൻ്റെ ലക്ഷ്യം. അവിടെ കമ്പനിക്കോ വ്യക്തിക്കോ ലാഭമുണ്ടാക്കുക എന്ന ചോദ്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ കാലത്ത് വലിയ വ്യത്യാസമാണ് മനസ്സുകളുടെ വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസത്തിലാണ് DC. അതുകൊണ്ട് എഴുത്തുകാർക്ക് ബാക്കിയുള്ള എനിക്കറിയാം, ഞാൻ എൻ്റെ ഒന്നാമത്തെ പുസ്തകം ആശാൻ്റെ സീതാകാവ്യമാണ്. അപ്പോൾ അന്ന് കുറച്ചൊക്കെ എഴുതും. പ്രസാധകന്മാർ വളരെ കുറവാണ്. കോഴിക്കോടാണ് അതിൻ്റെ ഒരു കേന്ദ്രം. അപ്പോൾ അവിടെ PK ബ്രദേഴ്സാണ് ആ കാലത്ത് പുസ്തക പ്രസാധനത്തിൽ മലബാറിൽ ഒന്നാം കടയായിട്ട് നിൽക്കുന്നത്. ഇന്നത്തെ ഇതിനോടൊന്നും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. സീതാകാവ്യ അച്ചടിച്ച് വന്നപ്പോൾ നമ്മുടെ ഉറൂബ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിലെ അച്ചടിത്തെറ്റ് 2ാം ഭാഗമായി പ്രസിദ്ധീകരിക്കുമെന്ന് ഒരു പരസ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. അതാണ് അന്നത്തെ അച്ചടിയുടെ നിലവാരം. പക്ഷേ അതൊന്നും വലിയ കാര്യമല്ല, പുസ്തകം വരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ദിവസം ചെന്ന് നമ്മുടെ കൈയെഴുത്ത് പ്രതി കൊടുത്തു, സന്തോഷമായിട്ട് സ്വീകരിച്ചു. പിന്നെ അന്നത്തെ പ്രതിഫലം എന്നൊക്കെ പറയുന്നത് ഗീതയിൽ പറഞ്ഞതുപോലെ കർമ്മം ചെയ്യുക, ഫലത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്ന തത്വശാസ്ത്രമാണ് അന്ന് ഞങ്ങൾ അനുവർത്തിച്ച് വന്നത്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കൊടുക്കും, ഫലാപേക്ഷ പാടില്ല. ഫലാപേക്ഷ ഉണ്ടായിട്ട് കാര്യമില്ല, വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടും. നേരെ മറിച്ച് ഇന്ന് SPCS ഇപ്പോൾ എഴുത്തുകാരുടെ അരക്ഷിതത്വം തീർക്കാൻ വേണ്ടി ഉണ്ടായ SPCS ഇന്ന് സ്വയം അരക്ഷിതമായി കിടക്കുകയാണ്. ഇനി SPCSനെ രക്ഷിക്കാൻ വേണ്ടി എന്താ വേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
പക്ഷേ DC മാറി താമസിച്ച ഈ പ്രസാധന മന്ദിരമുണ്ടല്ലോ, ആ പ്രസാധന മന്ദിരം ഒരു വീഴ്ചയും കൂടാതെ ഇത് ഒരു അലിഖിത ശാസനം എന്ന നിലയ്ക്ക് എഴുത്തുകാർക്ക് പ്രതിഫലം കൊടുക്കുന്നതിൽ ജാഗരൂകത കാണിക്കുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ സാധാരണ നിലയ്ക്ക് നാം കണ്ട് ശീലമില്ലാത്ത ഒരു സമ്പ്രദായമാണ്. നമുക്ക് കൃത്യമായിട്ട് കണക്കും പ്രതിഫലവും പ്രതീക്ഷിക്കാം. അത് തന്നെ നമ്മുടെ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാലമുണ്ടല്ലോ, വലിയ വ്യത്യാസമില്ലാതെ അത് എന്നാണ് എൻ്റെ അനുഭവം. അങ്ങനെ എഴുത്തുകാരോട് വ്യത്യസ്തമായി പെരുമാറുന്ന സ്വഭാവവും DC-ക്ക് ഇല്ലായിരുന്നു ആരായാലും. അപ്പോൾ DC-യുടെ വെറുമുഖം ഞാൻ കണ്ടിട്ടില്ല. DC-യുടെ എപ്പോഴും നല്ല മുഖമാണ്. അത് എല്ലാ പ്രതിബന്ധങ്ങളെയും, ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും ഒരു 25 വയസ്സിനുള്ളിൽ നേരിടാൻ സാധിച്ച ഒരാൾക്ക് പിന്നീട് ലോകത്തിലെ ഒരു പ്രതിയും പ്രതിബന്ധവും ശത്രുവായിട്ട് കണക്കാക്കാൻ ഒക്കുകയില്ല. അങ്ങനെയാണ് അദ്ദേഹം എപ്പോഴും ഒരു പ്രസന്നമായ മുഖം, എപ്പോഴും ഈ പ്രവർത്തനങ്ങളുടെ അടിയിലുള്ള നേരിയ നേരം പോക്ക്, ഇതെല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹം ദീർഘായുസ്സായിട്ട് വരികയായിരുന്നു ചെയ്തത്. അദ്ദേഹം വളരെ ആചാനുബാഹുവായ വ്യക്തിയാണ്. അല്പം ഒരു കുനിച്ചലുണ്ട്. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ ഓർത്തുകൊണ്ട് തൻ്റെ ഇപ്പോഴത്തെ ഐശ്വര്യത്തിൻ്റെ മുമ്പാകെ അല്പം ഒന്ന് വണങ്ങുകയാണ്. ഞാൻ ഇതിനൊന്നും അർഹനല്ല എന്ന മട്ടിലൊരു പാദനമസ്കാരം ചെയ്യുകയാണ് പൂർവ്വകാലത്തിൻ്റെ മുമ്പാകെ അദ്ദേഹം. അത് അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ ഈ കാലത്ത് വലിപ്പം ചെറുപ്പം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പല വലുപ്പങ്ങളും അവരുടെ ചെറുപ്പത്തിൻ്റെ വലുപ്പമാണ്. ഒരു മനുഷ്യൻ എത്ര ചെറുതാണോ, എത്ര വലുതായ നിലയിൽ ചെറുതാണോ എന്നുള്ളതാണ് ഇന്നത്തെ. അവിടെ ഒരു പാരഡോക്സ് ഉണ്ട്. പക്ഷേ പാരഡോക്സാണ് ഇന്നത്തെ സാധാരണ ജീവിതത്തിൻ്റെ സ്വഭാവം. നമ്മുടെ വലുപ്പം എന്ന് പറയുന്നത് നമ്മുടെ ചെറുതായില്ല ചെറുപ്പം എന്ന് പ്രയോഗമുണ്ടല്ലോ. അത് ഞാൻ ഏത് കർഷക ഗ്രാമീണ സാഹചര്യത്തിൽ നിന്ന് വന്നുവോ ആ സാഹചര്യമാണ് ഇന്ത്യയുടെ പ്രധാന ഘടകം. അതാണ്. അവരെ വിസ്മരിച്ചുകൂടെ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവരും ഭരിക്കുന്നവരും. അതുകൊണ്ടാണ് അദ്ദേഹം ആ വേഷം ധരിച്ചത്. അദ്ദേഹത്തിന് വസ്ത്രം ചിട്ടയായിട്ട് അനുവർത്തിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ താൻ വന്ന വഴി അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കുക. നമ്മൾക്ക് എപ്പോഴും ഈ മോട്ടോർ ഗ്ലാസ് ഉണ്ടായിരിക്കും, അത് വണ്ടിയുടെ 2 ഭാഗത്തും വെക്കും. വ്യക്തികൾ ജീവിക്കുമ്പോൾ അത്തരത്തിൽ ഈ പിന്നോക്കം നോക്കുന്നതിന് വെച്ച് നമ്മുടെ തന്നെ ജീവിതം അത് പിറകിൽ നിന്ന് വരും, കാണാതിരിക്കരുത്. അത് നോക്കാൻ വേണ്ടി ഒരു കണ്ണാടി എപ്പോഴും ആവശ്യമാണ്. DC-യുടെ ജീവിത രഥത്തിൽ വിപരീതമായി പ്രവർത്തിച്ചില്ല. അതുകൊണ്ട് ഏത് എഴുത്തുകാരനും അദ്ദേഹത്തിന് വള്ളത്തോളും ഒപ്പം അദ്ദേഹത്തിന് വെറും എഴുത്തുകാരെന്നോ പ്രസാധകനെന്നോ എന്നതിൽ കവിഞ്ഞ് ഒരുപാട് അളവുകളുണ്ടായിരുന്നു. ആയിക്കൊണ്ട് അക്രമരഹിത സാംസ്കാരിക വേദി എന്നൊരു സംഘടന ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എപ്പോഴും അതിൻ്റെ പല പരിപാടിക്കും ഞാൻ വന്നിരുന്നു. അപ്പോൾ എന്നോടെപ്പോഴും പറയും ഇതിൻ്റെ ചെയർമാൻഷിപ്പ് എടുക്കണം. ഞാൻ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ല. ഒരു തവണ അദ്ദേഹം വളരെ നിർബന്ധിച്ചു. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഈ പേരൊന്ന് മാറ്റണം. അങ്ങനെ പേര് മാറ്റിയിട്ടാണ് നവഭാരത വേദി എന്നാക്കിയത്. അദ്ദേഹം അവസാന ഘട്ടം വരെ നവഭാരത വേദിയുടെ ആത്മീയ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അനീതിക്കെതിരായുള്ള യുദ്ധത്തിൻ്റെ കാഹളമാണ്. അതാണ് അദ്ദേഹത്തെ കൊണ്ട് ആരുമില്ലാത്ത സമയത്തും ഒരു അക്രമരഹിത സാംസ്കാരിക വേദി എന്നുള്ള ഒരു ഗാന്ധിജിയെ ഓർക്കാനാണ് അദ്ദേഹം അക്രമരഹിതം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞു അതിനേക്കാൾ പ്രധാനം സ്വാതന്ത്ര്യം കിട്ടിയ ഈ ഇന്ത്യയുണ്ടല്ലോ, അത് സ്വാതന്ത്ര്യത്തിന് ശേഷവും നവീനത അഭിലഷിക്കുന്നു. ആ നവീനത ഇവിടെ മാതൃകാഭൂതമായ ഒരു പ്രസാധന വാണിജ്യ സംസ്കാരം നിലനിർത്തുന്നതിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വഴിമാറിക്കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രസ്താവിച്ചു.
പ്രഭാഷണത്തിനായി ശ്രീ TJ ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അക്ഷരപ്രേമികളെ, സുഹൃത്തുക്കളെ, DC ആരായിരുന്നു, എന്തായിരുന്നു എന്ന് ഓർമ്മിക്കുന്ന ദിവസമാണിന്ന്. പക്ഷേ DC ആരായിരുന്നു, എന്തായിരുന്നു എന്ന് കോട്ടയത്തെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ശ്രമിച്ചാൽ അത് ശുദ്ധ അസംബന്ധമായിരിക്കും. ആ സാഹസത്തിന് ഞാൻ തുനിയുന്നില്ല. എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ, ചില ചോദ്യങ്ങൾ DC-യുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അവയിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നതായിരിക്കും ഈ അനുസ്മരണ ദിനത്തിൽ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. പുസ്തക പ്രസാധനം എന്ന പ്രവർത്തനം മലയാളത്തിൽ ആധുനികവൽക്കരിക്കുകയും ലോകത്തൊരിടത്തും സമാനതകളില്ലാത്ത ചില സവിശേഷതകൾ മലയാളത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തതാണല്ലോ DC-യുടെ അത്ഭുതകരമായ നേട്ടം. വിശാലമായ സമൂഹതലത്തിൽ ഈ പ്രവർത്തനത്തിന് എന്താണ് പ്രസക്തി? എഴുത്തുകാരൻ സമൂഹവുമായി സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ ഇടയാളായി നിൽക്കുന്ന പ്രസാധകന് എന്ത് പങ്കാണുള്ളത്? കച്ചവടമാണോ അവർ തമ്മിലുള്ള കണ്ണി? ജനങ്ങളോട് പ്രസാധകന് വിശേഷിച്ച് എന്തെങ്കിലും ചുമതലയുണ്ടോ? വികസിത രാജ്യങ്ങളിൽ പ്രസാധന രംഗത്തുള്ള ചലനങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. DC-യെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉയർന്നു വരുന്ന അടിസ്ഥാനപരമായ ഈ ചോദ്യങ്ങൾ DC-യുടെ ജീവിതം എത്ര സഫലമായിരുന്നുവെന്ന് നമ്മളെ അറിയിക്കുന്നു. ഒരു വ്യക്തിത്വത്തിൽ ഒന്നിലധികം വ്യക്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് മനുഷ്യരാശിക്ക് സംഭാവനകൾ നൽകുന്നത്. DC ഒരാളായിരുന്നില്ല. പല DC-മാർ ഒന്നു ചേർന്ന ഒരു പ്രതിഭാസമായിരുന്നു DC. ഇന്നൊരു ക്ലീശയായിരിക്കുന്ന ബഹുമുഖ പ്രതിഭ എന്ന പ്രയോഗത്തിൽ ഈ പ്രതിഭാസം ഒതുങ്ങുന്നില്ല. ഉൾക്കാഴ്ചയും ദൂരക്കാഴ്ചയും സമന്വയിക്കുമ്പോൾ, പ്രവാചകനും കച്ചവടക്കാരനും ഒന്നാകുമ്പോൾ DC-മാർ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് CJ തോമസിനും കാരൂർ നീലകണ്ഠപിള്ളയ്ക്കും MP പോളനും സാക്ഷാത്കരിക്കാനാവാതെ പോയ സ്വപ്നങ്ങൾ DC-യുടെ യാഥാർത്ഥ്യങ്ങളായത്. ST റെഡ്ഡിയാരും കമലാലയ പ്രിൻറ്റേഴ്സും മറ്റും അരങ്ങുവാണിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പ്രസ് ഉടമകളും പ്രസാധകരും ഒരേ നാണയത്തിൻ്റെ ഒരേ വശമായിരുന്ന കാലം. പുസ്തകം പ്രസിദ്ധപ്പെടുത്തുക എന്ന കർമ്മം പുസ്തകം അച്ചടിക്കുക എന്ന കർമ്മത്തിൽ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്ന സംവിധാനം. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് പുസ്തകത്തിന് ആകർഷകമായ രീതിയിൽ കവർ ഡിസൈൻ ചെയ്യാമെന്നും അങ്ങനെ ചെയ്യേണ്ടതൊരാവശ്യമാണെന്നും CJ തോമസ് ചിന്തിച്ചു തുടങ്ങിയത്. എഴുത്തുകാരുടെ സഹകരണ സംഘം എന്ന ആശയം കാരൂർ പ്രഭൃതികളുടെ മനസ്സിലും ഉദിക്കുന്നു. ആശയങ്ങളെ കോർത്തിണക്കി മനസ്സിലുണ്ടാകുന്ന ആശയങ്ങൾ ഒന്നിച്ചു ചേർത്ത് രൂപഭദ്രത സൃഷ്ടിക്കാൻ വേണ്ട പ്രായോഗിക ബുദ്ധിയുമായി ഡൊമിനിക് ചാക്കോ മുമ്പോട്ട് വന്നപ്പോൾ പ്രസാധന രംഗത്ത് മലയാളത്തിൻ്റേതായ ഒരധ്യായം തുടങ്ങുകയായിരുന്നു. സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തെ ഒരു ചരിത്ര സംഭവമാക്കിയത് അതിൻ്റെ പുതുമയല്ല. മറ്റൊരിടത്തും കേട്ടുകേൾവിയില്ലാത്ത റോയൽറ്റി തുകകളുമല്ല. പിന്നെ എന്തായിരുന്നു അത് ചെയ്തത്? അക്ഷരം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന തത്വം സ്ഥാപിച്ചെടുത്തതാണ് SPCSൻ്റെ ചരിത്രത്തിലെ പ്രധാനമായ മഹത്വം. SPCS നശിച്ചിട്ടും ആ തത്വം നിലനിൽക്കുന്നു. ആ തത്വത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉറച്ച വിശ്വാസമാണ് DC-യെ DC-ആക്കിയത്. പുസ്തക കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യവസായിക്ക്
ഒരിക്കലും ചേർന്നതായിരുന്നില്ല ഈ സ്വഭാവ ഗുണം. ലാഭം അത്യാവശ്യമായ ഒരു കച്ചവടത്തിൽ നഷ്ടക്കച്ചവടം ക്ഷണിച്ചു വരുത്തുന്ന പരിപാടികളിലേക്ക് അതറിഞ്ഞുകൊണ്ട് തന്നെ DC എടുത്തു ചാടുകയായിരുന്നു. എടുത്തു ചാടിയത് DC ആയതുകൊണ്ട് പിന്നെ നമ്മൾ കണ്ടത് അത്ഭുതങ്ങളായിരുന്നു. വ്യവസായിയായ DC വ്യവസായി അല്ലാതാവുന്നതും വ്യവസായി അല്ലാതായ DC വ്യവസായത്തിൽ വിജയിക്കുന്നതും നാം നേരിട്ട് കണ്ട മായാജാലമാണ്. എഴുത്തുകാർ ദുർമാർഗികളും ദരിദ്രരുമായ ക്ഷുദ്രജീവികളാണെന്ന പൊതുവായ അഭിപ്രായം തിരുത്തുന്നതിൽ DC വഹിച്ച പങ്ക് കുറച്ചൊന്നുമല്ല. എഴുത്തുകാർക്ക് അവർ അർഹിക്കുന്ന സ്ഥാനം നേടിയെടുത്തതിലൂടെ മലയാള സംസ്കാരത്തിൽ ഒരു ദിശാമാറ്റം സൃഷ്ടിക്കുകയായിരുന്നു DC-യും DC-യുടെ കാലത്തെ SPCS-ഉം. SPCS തകർന്നപ്പോഴും DC വളർന്നു. ആർക്കും കൈകൊടുത്ത് കയറ്റാൻ കഴിയാത്ത വിധം SPCS കുഴിയിൽ വീണു. ആ കുഴിയിൽ കൂടെ ചാടി ആത്മാഹൂതി നടത്താതെ തനിക്ക് തൻ്റേതായ വഴിയുണ്ടെന്ന് DC തിരിച്ചറിഞ്ഞു. അവിടെയാണ് DC കാലത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞ ദീർഘദർശിയായത്. പിന്നീട് അങ്ങോട്ട് DC ബുക്സ് സമർത്ഥമായ രീതിയിൽ കച്ചവടം നടത്തി. ഒപ്പം മലയാളി എഴുത്തുകാർക്ക് ഒരു ലൈഫ് ബോട്ട് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ആ ദീർഘദർശി ചെയ്തത്. ആ രക്ഷാവഞ്ചിയിൽ കയറി മറുകര എത്തിയ എത്രയോ എഴുത്തുകാർ നമ്മുടെ ഇടയിലുണ്ട്. വെറും സാധാ എഴുത്തുകാരല്ല, ബഷീർ മുതൽ വിജയൻ വരെയുള്ള ജീനിയസുകൾ എന്ന് തന്നെ പറയട്ടെ ആ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലോ ഇംഗ്ലീഷിലോ പ്രസാധന രംഗത്ത് അർത്ഥവത്തായ ചലനങ്ങൾ ഇല്ലാതിരുന്നപ്പോഴാണ് മലയാളത്തിലെ ഒറ്റയാൻ പ്രസ്ഥാനം ചരിത്രം സൃഷ്ടിച്ചത്. ഓൾ ഇന്ത്യ തലത്തിൽ അറിയപ്പെട്ടിരുന്ന 2 or 3 സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രസാധന രംഗത്ത് ഉണ്ടായിരുന്നത്. ഏഷ്യ പബ്ലിഷിംഗ് ഹൗസ്, വികാസ് ഇത്യാദി. അഡ്രസ് പോലും ബാക്കി വയ്ക്കാതെ അവയെല്ലാം മാഞ്ഞുപോയി. പെൻഗ്വിൻ വന്നതോടെയാണ് ആദ്യമായി ഒരു ഉണർവുണ്ടാകുന്നത്. അതും കന്യാകുമാരിക്കാരൻ ഡേവിഡ് ഡേവിദാറിന് പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷം. ഇംഗ്ലീഷിലെ DC ആയിരുന്നു ഡേവിഡ് ഡേവിദാർ എന്ന് പറയുന്ന DD. പടിഞ്ഞാറൻ പതിവുകൾ ഇന്ത്യയിൽ അദ്ദേഹം നടപ്പിലാക്കി. വിശേഷിച്ച് എഴുത്തുകാരെ സ്വാധീനിച്ച് പുതുമയുള്ള പുസ്തകങ്ങൾ ഇറക്കുക എന്ന പതിവ്. ഡേവിദാറിൻ്റെ വിജയം ഇന്ത്യക്ക് വിനയായി എന്ന് വേണമെങ്കിൽ പറയാം. പെൻഗ്വിൻ കമ്പനി അദ്ദേഹത്തെ റാഞ്ചിയെടുത്ത് കാനഡയിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് അധികം താമസിയാതെ പബ്ലിഷിംഗ് വ്യവസായത്തിൻ്റെ പറുദീസയായ ന്യൂയോർക്കിൽ പുനഃപ്രതിഷ്ഠിക്കുമെന്നാണ് അണിയറ രഹസ്യം. അതേസമയം പെൻഗ്വിൻ്റെ വിജയം പെൻഗ്വിന് തന്നെ വിനയായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും വർഷത്തിൽ 200 പുതിയ ടൈറ്റിലുകൾ ഇറക്കുക എന്നതാണ് പെൻഗ്വിൻ ഇന്ത്യയുടെ ഇന്നത്തെ ഔദ്യോഗിക നയം. ഇതിലും 4 ഇരട്ടി ടൈറ്റിലുകൾ DC ബുക്സ് ഇറക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ ടൈറ്റിലിനും അത്യാവശ്യമായ ശ്രദ്ധ അതിന് കിട്ടാതെ പോകുന്നോ എന്നതാണ് ഇവിടെ അന്വേഷിക്കേണ്ടത്. പെൻഗ്വിൻ ഏതാണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അധികം ശ്രദ്ധിക്കാതെ ധൃതിയിൽ തരപ്പെടുത്തിയ പുറംചട്ടകൾ, സ്പെല്ലിങ്ങിലും വ്യാകരണത്തിലും ചിലപ്പോൾ അക്ഷന്തവ്യമായ തെറ്റുകൾ, ഇതൊക്കെ 200 പുതിയ പുസ്തകങ്ങൾ എങ്ങനെയെങ്കിലും പ്രസിദ്ധപ്പെടുത്തണമെന്ന ശബ്ദത്തിന് കൊടുക്കുന്ന വിലയാണെന്ന് തോന്നുന്നു. പക്ഷേ ആണ്ടവസാനം കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 300 കോടി രൂപയോളം ആദായം അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സിനെ കുറിച്ച് പറയുന്ന നമ്മൾ വിഡ്ഢികളാകുന്നു. ഇതാണോ പുസ്തക പ്രസാധനത്തിൻ്റെ ഭാവി എന്ന് ചോദിക്കണം. അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുണനിലവാരത്തെക്കുറിച്ച് അധികം മെനക്കെടാതെ എങ്കിലും ലാഭം കൊയ്യുന്ന പെൻഗ്വിൻ ഈ രംഗത്തെ സാധ്യതകൾ എത്ര വലുതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്.
ഈ സാധ്യതകൾ കണ്ടുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ബുക്ക് പബ്ലിഷിംഗ് കമ്പനിയായ ബെർട്ടൽസ്മാൻ ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ വിഖ്യാതമായ റാൻഡം ഹൗസ് ഡൽഹിയിൽ ആഫീസ് തുറന്ന് ഒരു ഇന്ത്യൻ എഡിറ്ററെ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിൽ നേരത്തെ സ്ഥാനമുറപ്പിച്ചിരുന്ന ഹാർപ്പർ കോളിൻസ് അവരുടെ മാനേജിംഗ് ഡയറക്ടറെ പിരിച്ചുവിട്ട് പുതിയ ആളിനെ നിയമിച്ചിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ ആവശ്യമനുസരിച്ച് പുതിയ പരിപാടികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നില്ല എന്നതായിരുന്നു സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട തലവൻ്റെ വീഴ്ച. എന്താണ് ഈ മാറ്റം മറിച്ചിലുകളുടെ അർത്ഥം? ഇന്ത്യയിലെ പുസ്തക വിപണി വലുതാണെന്ന് ലോകത്തിലെ വൻ കമ്പനികൾ കണ്ടുപിടിച്ചിരിക്കുന്നുവെന്നും ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത മത്സരം തുടങ്ങുകയാണെന്നും വ്യക്തം. ഈ മത്സരം വായനക്കാർക്ക് ഗുണം ചെയ്യും. പ്രധാനമായും 2 ഗുണങ്ങളാണ് ഞാൻ കാണുന്നത്. നോവലുകളിൽ നിന്ന് സമകാലിക പ്രാധാന്യമുള്ള നോൺ ഫിക്ഷൻ വിഭാഗത്തിലേക്ക് ഒരു ചായ്വ് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഗുണനിലവാരം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണെന്ന് കമ്പനികൾ അംഗീകരിക്കും. ഈ 2 പ്രവണതകൾക്കും ഉദാഹരണമായി റാൻഡം ഹൗസിനെ തന്നെ കാണാൻ കഴിയും. പാശ്ചാത്യ പബ്ലിഷിംഗ് കമ്പനികളിൽ 2 എഡിറ്റർ പദവികളുണ്ട്: കമ്മീഷനിങ് എഡിറ്റർ, ലൈൻ എഡിറ്റർ. പ്രസിദ്ധീകരണത്തിന് തിരഞ്ഞെടുത്ത മാനുസ്ക്രിപ്റ്റിലെ വള്ളിയും പുള്ളിയും പരിശോധിച്ച് വാക്യങ്ങൾ ക്രമപ്പെടുത്തുന്ന ജോലിയാണ് ലൈൻ എഡിറ്റർക്ക്, പത്രത്തിലെ സബ് എഡിറ്റർ പോലെ. അതിലും വലുതാണ് കമ്മീഷനിങ് എഡിറ്ററുടെ ചുമതല. പുതിയ ആശയങ്ങൾ വികസിപ്പിച്ച് അവയെ ആസ്പദമാക്കി ഗ്രന്ഥങ്ങൾ രചിക്കാൻ കഴിവുള്ളവരെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് മാനുസ്ക്രിപ്റ്റ് രൂപപ്പെടുത്തുന്ന പണിയാണ് കമ്മീഷനിങ് എഡിറ്റർ ചെയ്യുന്നത്. ഈ വഴിക്കാണ് റാൻഡം ഹൗസ് നീങ്ങുന്നതെന്ന് അറിയുന്നു. ശോഭ ഡേ പോലുള്ള പൈങ്കിളികളെ വളർത്തിയെടുക്കുന്നത് ഡേവിഡ് ഡേവിദാറിൻ്റെ കാലത്തെ ഒരാവശ്യമായിരുന്നിരിക്കാം. റാൻഡം ഹൗസ് ഗുണനിലവാരത്തിന് ഊന്നൽ കൊടുക്കുമെന്ന ശ്രുതി ശരിയാണെങ്കിൽ പൈങ്കിളികൾ ആയിരിക്കില്ല അവരുടെ ശ്രദ്ധാകേന്ദ്രം. ചിന്തയുടെയും സംവാദത്തിൻ്റെയും തരംഗങ്ങൾ അലയടിക്കുന്ന മുഖ്യധാരാ ഗ്രന്ഥങ്ങൾ നോവലുകളുമായി മത്സരിക്കുന്നതായിരിക്കും നാം കാണുന്നത്. എണ്ണം കുറവും ഗുണം കൂടുതലും എന്ന ആശയം ഒരുപക്ഷെ പല പ്രസാധകരെയും സ്വാധീനിച്ചെന്ന് വരാം. എന്നാൽ ഈ ഗുണം എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്മുടെ ഇടയിൽ ഉന്നത നിലവാരം എന്ന് പറയുന്നത് നല്ല കടലാസിലും നല്ല അച്ചടിയിലും ഒതുങ്ങുന്നതായിട്ടാണ് സാധാരണ കണ്ടുവരുന്നത്. ലോകവിപണിയിൽ അങ്ങനെയല്ല. ഗ്രന്ഥത്തിൻ്റെ പ്രമേയവും അവതരണ രീതിയും അധ്യായങ്ങളുടെ ഘടനയും ശൈലീ ഭംഗിയും ഭാഷയുടെ ഒഴുക്കും ഒക്കെ പ്രസാധകരുടെ ശ്രദ്ധ ചെല്ലേണ്ട ഭാഗങ്ങളായി അവർ കാണുന്നു. അങ്ങനെയാണ് മൂല്യശോഭയുള്ള പുസ്തകങ്ങൾ ജനിക്കുന്നത്. അവതരണ രീതിയിലും ഭാഷയിലും മറ്റും പ്രസാധകന് പങ്കുണ്ടെന്ന് സമ്മതിച്ചു കൊടുക്കാൻ നമ്മുടെ എഴുത്തുകാർക്ക് അല്പം ബുദ്ധിമുട്ട് കാണും. എന്നാൽ ബുക്ക് എഡിറ്റർ അല്ലെങ്കിൽ കമ്മീഷനിങ് എഡിറ്റർ എന്നയാൾ ഗ്രന്ഥകർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഉടച്ചു വാർക്കലും മിനുക്കുപണികളും ചെയ്യുക എന്നത് പടിഞ്ഞാറ് പതിവ് പരിപാടിയാണ്. ഗബ്രിയേൽ മാർക്കേസിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷയായ 100 Years of Solitude എഡിറ്റ് ചെയ്തത് ഇന്ത്യക്കാരനായ സണ്ണി മേത്ത ആയിരുന്നു. മാർക്കേസിന് പോലും എഡിറ്ററുടെ സേവനം ലഭ്യമായിരുന്നു, പ്രയോജനപ്രദമായിരുന്നു എന്നർത്ഥം. ആ മാസ്റ്റർ പീസിൻ്റെ ഗ്രന്ഥകർത്താവിനെ പോലെ എഡിറ്ററെയും ഒരു സെലിബ്രിറ്റിയാക്കി. ഇന്ന് സണ്ണി മേത്ത പ്രസാധക രംഗത്തെ സമുന്നതനായ പ്രതിഭയായി ലോകമെങ്ങും ആദരിക്കപ്പെടുന്നു. ബട്ടൽസ്മാൻ്റെ ന്യൂയോർക്കിലെ സർവാധികാരിയും റാൻഡം ഹൗസിൻ്റെ നേതാവും അദ്ദേഹം തന്നെ. സൽമാൻ റഷ്ദിയെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കഥ ഇവിടെ പ്രസക്തമാണ്. ഇംഗ്ലണ്ടിലെ പ്രസാധക പതിവനുസരിച്ച് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന നോവൽ
ഒരു ബുക്ക് എഡിറ്റർ ജോലി ചെയ്ത നോവലാണ്. ആ ബുക്ക് എഡിറ്റർ ശ്രദ്ധാപൂർവം എഡിറ്റ് ചെയ്ത് പരിഷ്കരിച്ച് മിനുസപ്പെടുത്തിയ ശേഷമാണ് മിഡ്നൈറ്റ് ചിൽഡ്രൻ പ്രസിദ്ധപ്പെടുത്തിയത്. ആ മഹത് ഗ്രന്ഥത്തിൻ്റെ പ്രഭാവലയത്തിൽ അതിപ്രശസ്തനായി കഴിഞ്ഞപ്പോൾ റാഷിദിക്ക് പുതിയ ചിന്താഗതികൾ അനുഭവപ്പെട്ടു. തൻ്റെ ഭാഷയിൽ കൈവയ്ക്കാൻ മറ്റുള്ളവർക്ക് എന്ത് അവകാശം എന്ന ചിന്ത ഉയർന്നു വന്നു. പിന്നീട് വന്ന ഫ്യൂറി എന്ന നോവൽ യാതൊരു എഡിറ്റിങ്ങും ഇല്ലാതെയാണ് ഇറങ്ങിയത്. ആ നോവൽ കൃഷ്ണൻ നായർ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഷവറാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ വായിച്ചിട്ടില്ല, കേട്ടുകേൾവിയാണ്. ആധുനിക വിശ്വസാഹിത്യത്തിൽ എഡിറ്റിങ്ങിൻ്റെ ആവശ്യം ഒരിക്കലുമില്ലാതിരുന്ന ഒരു പ്രതിഭ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്, നൈപോൾ. അതിന് കാരണമുണ്ട്. കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ ഭാഷയുടെ വൈശിഷ്ട്യം പൂർണ്ണതയിലെത്തിക്കുക എന്ന കർത്തവ്യം ഒരു തപസ്യ പോലെ സാധിച്ചെടുത്ത ആളാണ് VS നൈപോൾ. വാക്കുകൾ പോകട്ടെ, ഫുൾ സ്റ്റോപ്പുകളും കോമകളും പാരഗ്രാഫുകളും മറ്റും കലാരൂപങ്ങളായി കണ്ട രാജശില്പിയായിരുന്നു നൈപോൾ. നൈപോൾ തന്നെ നൈപോളിൻ്റെ എഡിറ്ററായിരുന്നു എന്ന് സാരം. ഇങ്ങനെയുള്ള എഡിറ്റിംഗ് സമ്പ്രദായവും പുതിയ വിഷയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിലെ പ്രസാധന രംഗത്ത് മുമ്പുണ്ടായിട്ടില്ലാത്ത മുന്നേറ്റങ്ങൾ കാണാനാകുമെന്ന് നിശ്ചയമാണ്. ഇതോടൊപ്പം ആലോചിക്കേണ്ട ഒരു സുപ്രധാന വിഷയമാണ് നീഷ് പബ്ലിഷിങ്ങിൻ്റെ ആവശ്യകത. നീഷ് പബ്ലിഷിംഗ്, സവിശേഷ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം. ചില പ്രത്യേക സാഹിത്യ താൽപ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അധികാരികൾ അസ്വീകാര്യമായി കാണുന്ന ആശയങ്ങളെ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങൾ വച്ചുകൊണ്ട് പ്രസിദ്ധീകരണ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന കമ്പനികൾ പടിഞ്ഞാറൻ ഭാഷകളിൽ ധാരാളമുണ്ട്. ചെറുതെങ്കിലും സമൂഹത്തിൽ അവയ്ക്കുള്ള പ്രാധാന്യം വലുതാണ്. ഈ വിഭാഗത്തിൽപ്പെടുന്ന ചില കമ്പനികൾ നമ്മളുടെ ഇടയിലുമുണ്ട്. കാളി ഫോർ വിമൻ, കൽക്കട്ടയിലെ സീഗൾ ബുക്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്തുത്യർഹമായ സേവനം അവർ അനുഷ്ഠിക്കുന്നു. എന്നാൽ പടിഞ്ഞാറോട്ട് നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ സാധ്യതകൾ നാം മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം എക്കോ പ്രസ് എന്ന അമേരിക്കൻ സ്ഥാപനമാണ്. ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും കവികളെ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കുന്ന ദൗത്യമാണ് എക്കോ പ്രസ് സ്വയം സ്വീകരിച്ചത്. നോവലുകളും യാത്രാ വിവരണങ്ങളും ക്രമേണ അവരുടെ പട്ടികയിൽ ഇടം കൊണ്ടു. ഇവിടെ േണ്ടത് സാധാരണ വായനക്കാരെ അല്ല അവർ ഉന്നം വെച്ചത് എന്ന കാര്യമാണ്. അർപ്പണബോധത്തോടെ സാഹിത്യത്തെ സമീപിക്കുന്ന ന്യൂനപക്ഷത്തിന് വേണ്ടിയായിരുന്നു അവരുടെ പ്രസിദ്ധീകരണങ്ങൾ. എഴുത്തിൻ്റെ നിലവാരം അത്യുന്നതമായിരിക്കണമെന്ന് അവർ ഉറപ്പുവരുത്തി. ലാഭം വളരെ തുച്ഛമായിരുന്നെങ്കിലും എക്കോ പ്രസിൻ്റെ പ്രശസ്തി അസൂയാവഹമായിരുന്നു. 1949 ഹാർപ്പർ കോളിൻസ് കമ്പനി എക്കോ പ്രസ് വിലയ്ക്ക് വാങ്ങി. ഹാർപ്പർ കോളിൻസിൻ്റെ ഉടമസ്ഥനായ റൂപ്പർട്ട് മർഡോക്ക് കച്ചവട ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ്. പക്ഷേ എക്കോ പ്രസിൻ്റെ നയപരിപാടികളിൽ യാതൊരു മാറ്റവും വരുത്താതെ പഴയതുപോലെ തുടർന്നു പോകണമെന്നാണ് ഹാർപ്പർ കോളിൻസിൻ്റെ തീരുമാനം. പ്രസാധകർക്ക് സാമൂഹികമായ ചില ഉത്തരവാദിത്വങ്ങളുണ്ടെന്ന് ഹാർപ്പർ കോളിൻസ് സമ്മതിക്കുകയാണ് ഇവിടെ. ചരിത്രത്തിൽ എക്കോ പ്രസിനേക്കാൾ സ്ഥാനം നേടിയ സ്ഥാപനമാണ് പാരീസിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രോവ് പ്രസ്. മറ്റുള്ളവർ തൊടാൻ ഭയപ്പെട്ടിരുന്ന കൃതികൾ ഗ്രോവ് പ്രസ് പ്രസിദ്ധപ്പെടുത്തി. അങ്ങനെ വെളിച്ചം കണ്ട ക്ലാസിക്കുകൾ അനവധിയാണ്. D.H. ലോറൻസിൻ്റെ ലേഡി ചാറ്റർലീസ് ലവർ, ഹെൻറി മില്ലറിൻ്റെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ തുടങ്ങിയ പേരുകേട്ട അശ്ലീല സാഹിത്യം, പല പ്രസാധകരും തിരിച്ചയച്ച സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോഡോ എന്ന നാടകം, പിന്നെ ജെയിംസ് ജോയ്സ്, ഷാങ് ഷെനെ തുടങ്ങിയ വലിയ വലിയ എഴുത്തുകാരുടെ കൃതികൾ. ഗ്രോവ് പ്രസ് എന്ന് പറയുമ്പോൾ സാഹിത്യപ്രേമികൾക്ക് ഇന്നും ഒരു ത്രില്ലാണ്. സ്ഥാപകൻ്റെ കാലശേഷം ഗ്രോവിൻ്റെ ഉടമസ്ഥത
അമേരിക്കയിലെ അറ്റ്ലാന്റിക് പ്രസ് ഏറ്റെടുത്തു. പഴയ വിപ്ലവ വീര്യം നിലനിർത്താൻ ഇപ്പോഴും സ്ഥാപനം ശ്രമിക്കുന്നു. സവിശേഷ മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ മാർഗദർശികൾ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഒരാൾ നമ്മുടെ വി.കെ. കൃഷ്ണമേനോനായിരുന്നു എന്ന് മറന്നുകൂടാ. ബോട്ട്ലി ഹെഡ് എന്ന സ്ഥാപനത്തിൽ എഡിറ്ററായിരിക്കുമ്പോൾ തന്നെ സാമൂഹ്യ പ്രസക്തിയുള്ള ചരിത്രത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ അന്വേഷിക്കുന്ന ഗൗരവ സാഹിത്യത്തിൽ കൃഷ്ണമേനോനുള്ള താല്പര്യം പ്രകടമായിരുന്നു. 2 പ്രത്യേക പരമ്പരകൾ അദ്ദേഹം ആ കാലത്ത് സംഘടിപ്പിച്ചു. 20th സെഞ്ച്വറി ലൈബ്രറി എന്ന പേരിലും ടോപ്പിക്കൽ ബുക്സ് എന്ന പേരിലും. ഈ ആശയത്തിൻ്റെ വിപുലീകരണമായി പുതിയൊരു മോഹം കൃഷ്ണമേനോനെ പിടികൂടി. മൂല്യവത്തായ പുസ്തകങ്ങൾ ഇറക്കുന്നു എന്നുള്ളത് ശരി, പക്ഷെ അവ തുച്ഛമായ വിലയ്ക്ക് സാധാരണക്കാരുടെ കയ്യിലെത്തിക്കേണ്ടതും അത്യാവശ്യമാണ് എന്ന് കൃഷ്ണമേനോന് തോന്നി. ബോട്ട്ലി ഹെഡിലെ സഹപ്രവർത്തകനായ അലൻ ലേനുമായി രാപ്പകൽ ചർച്ചകൾ നടത്തി. ഇരുവരും ബോട്ട്ലി ഹെഡ് വിട്ട് പെൻഗ്വിൻ ബുക്സ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. താമസിയാതെ അവർ തെറ്റിപ്പിരിഞ്ഞു. പിൽക്കാലത്ത് സ്ഥാപനത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ ആ ആശയത്തിൻ്റെ പിതൃത്വം അലൻ ലെയ്ൻ ഏറ്റെടുക്കുകയായിരുന്നു. കൃഷ്ണമേനോൻ തഴയപ്പെട്ടു. എന്നാൽ പെൻഗ്വിൻ്റെ ഇരട്ടയായ പെലിക്കൻ ബുക്സിൽ നിന്ന് കൃഷ്ണമേനോനെ ഒഴിവാക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. കാരണം ആ പ്രത്യേക നോൺ ഫിക്ഷൻ വിഭാഗത്തിൻ്റെ പുസ്തകങ്ങളിൽ ആദ്യത്തെ പേജിൽ തന്നെ പെലിക്കൻ ബുക്സ് എഡിറ്റഡ് ബൈ വി.കെ. കൃഷ്ണമേനോൻ എന്ന് അച്ചടിച്ചു വന്നിട്ടുണ്ട്. പുതിയ തത്വചിന്തകളും ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനവും സമൂഹത്തിൽ പ്രചരിപ്പിക്കണമെന്നതായിരുന്നു പെലിക്കൻ ബുക്സിൻ്റെ ലക്ഷ്യം. ശ്രദ്ധേയമായ ആനുകാലിക പ്രാധാന്യമുള്ള പുസ്തകങ്ങൾ പുറത്തിറങ്ങി, കണ്ടതിനപ്പുറം കാണുന്ന ഗ്രന്ഥങ്ങൾ. മറ്റു പ്രസാധകർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും സാധാരണക്കാർക്ക് വേണ്ടി പെലിക്കൻ വീണ്ടും പ്രസിദ്ധപ്പെടുത്തി. ബെർണാഡ് ഷായുടെ ഇൻ്റലിജൻറ്റ് വുമൺസ് ഗൈഡ്, H.G. വെൽസിൻ്റെ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, ജൂലിയൻ ഹക്സ്ലിയുടെ എസേസ് ഇൻ പോപ്പുലർ സയൻസ് തുടങ്ങിയ സുപ്രധാന ഗ്രന്ഥങ്ങൾ കൃഷ്ണമേനോൻ്റെ ആഭിമുഖ്യത്തിൽ ജനപ്രീതി നേടി. പെലിക്കൻ പ്രസിദ്ധപ്പെടുത്തിയ ഒരു പുസ്തകം, അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ പ്രസാധകർക്കും വഴികാട്ടിയായി നിൽക്കുന്ന ഒരു പുസ്തകമാണിത്. നമ്മുടെ ഇടയിൽ അറിയപ്പെടാത്ത പുസ്തകം. പേര് ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് മെൻ, അവസാനത്തെയും ആദ്യത്തെയും മനുഷ്യർ. ഗ്രന്ഥകർത്താവ് ഒലാഫ് സ്റ്റേപ്പിൾഡർ. 1930 പ്രസാധനം. അതായത് 2ാം ലോകമഹായുദ്ധത്തിനും മുമ്പ് ഗാന്ധി ദണ്ഡിയിലേക്ക് ഉപ്പുണ്ടാക്കാൻ പോയ കാലം. ആ കാലത്ത് ചിന്തിക്കാൻ പോലും അസാധ്യമായിരുന്ന ചില പ്രവചനങ്ങൾ നോവൽ രൂപത്തിൽ എഴുതിയതാണ് ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് മാൻ. മനുഷ്യൻ്റെ അവസാനം ഭാവനയിൽ കണ്ടു ഗ്രന്ഥകാരൻ. കവടി നിരത്തിയുള്ള പ്രവചനങ്ങളായിരുന്നില്ല അത്. നിലവിലുള്ള പ്രവണതകളുടെ അടിസ്ഥാനത്തിൽ പ്രായോഗിക ബുദ്ധിയിൽ സാധ്യതകളായി കണ്ട കാര്യങ്ങളാണ് ഗ്രന്ഥകാരൻ കുറിച്ചിട്ടത്. അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത് നോട്ട് അൺഗവേൺഡ് സ്പെക്കുലേഷൻ ബട്ട് കൺട്രോൾഡ് ഇമാജിനേഷൻ എന്നാണ്. അഭ്യൂഹങ്ങളല്ല, അച്ചടക്ക വിധേയമായ ഭാവന. എന്താണ് സ്റ്റേപ്പിൾഡൺ കൺട്രോൾഡ് ഇമാജിനേഷനിൽ കൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ? 70 കൊല്ലങ്ങൾ മുമ്പ് അദ്ദേഹം പറഞ്ഞു, റഷ്യയിലെ സോവിയറ്റ് കമ്മ്യൂണിസം തകരും, യൂറോപ്പിൽ തമ്മിൽ തല്ലുന്ന രാജ്യങ്ങൾ യോജിച്ച് ഒരു കൺഫെഡറസി, ഒരു യൂണിയൻ ഉണ്ടാക്കും, അമേരിക്കയിൽ സന്മനസ്സുള്ളവരെ പുറന്തള്ളി പ്രാകൃത സ്വഭാവക്കാർ, ക്രൂഡർ സോർട്ട് ഓഫ് അമേരിക്കൻസ് അധികാരത്തിൽ വരും, ഏഷ്യയുടെ നേതൃസ്ഥാനത്തേക്ക് ചൈന വളരും, അമേരിക്കൻ സാമ്രാജ്യത്വത്തോടുള്ള വെറുപ്പും ഭയവും കാരണം ചൈനയും ഇന്ത്യയും അടുപ്പത്തിലാകും. അങ്ങനെ പോകുന്നു പ്രവചനങ്ങൾ. കാലഘട്ടം മറക്കരുത്. സോവിയറ്റ് യൂണിയൻ സൂപ്പർ പവറായി വളരുന്ന കാലത്ത്, മാവോ സേതുങ് ഒളിപ്പോരാളിയായി ഗുഹകളിൽ താമസിക്കുന്ന കാലത്ത്, ജോർജ് ബുഷ് എന്ന
ക്രൂഡർ സോർട്ട് ഓഫ് അമേരിക്കൻ ഭീകരൻ ജനിക്കുന്നതിനും 16 വർഷം മുമ്പ്. താങ്ക് യു സർ. അടുത്തതായി പുസ്തക പ്രകാശനമാണ്. അതിനായി ശ്രീ പുനത്തൽ കുഞ്ഞബ്ദുള്ളയും ആ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയും ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനും സുഹൃത്തുമായ TJS ജോർജ്, പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇന്നത്തെ ഈ വലിയ ചടങ്ങിൽ ഞങ്ങൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ വലിയ ചടങ്ങിൽ ഭാഗഭാക്കാവാനും DC എഴുതിയ ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാനും എനിക്ക് സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന DC ബുക്സിൻ്റെ ഭാരവാഹികളോട് ഞാൻ അഗൈതവുമായി നന്ദി ആദ്യമായി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1971 DC ആദ്യമായി കണ്ടത് ഓർക്കുകയാണ്. അദ്ദേഹത്തെ അന്ന് ആദ്യമായി കാണാനൊരു കാരണം, എൻ്റെ ആദ്യത്തെ കഥാസമാഹാരം കോഴിക്കോടുള്ള ഒരു പ്രസാധകന് അയച്ചു കൊടുത്തപ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല എന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം തിരിച്ചയച്ചു തന്നു. ആ പുസ്തകം അന്ന് SPCS പ്രസിദ്ധീകരിക്കുമെന്ന് എനിക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ആഗ്രഹിച്ചിരുന്നില്ല, അങ്ങനെ ഒരു മനസ്സിലാക്കിയിരുന്നില്ല. കാരണം അന്ന് സംഘം വലിയ പ്രസാധനശാലയാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരു പുതിയ ആളുടെ പുസ്തകം സംഘം പ്രസിദ്ധീകരിക്കുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് സംഘത്തിന് അയച്ചിരുന്നില്ല. എങ്കിലും എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞത് കാരണം ഈ പുസ്തകം സംഘത്തിന് അയക്കുകയും കഥാസമാഹാരം സംഘം അത് വളരെ പെട്ടെന്ന് എനിക്ക് മറുപടി അയക്കുകയും ചെയ്തു. അങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആ സന്തോഷം രേഖപ്പെടുത്തുവാൻ വേണ്ടി ആദ്യമായിട്ട് കോട്ടയത്ത് വന്നപ്പോഴാണ് DC-യെ കാണുന്നത്. ആ പരിചയം അദ്ദേഹം സംഘത്തിൽ നിന്ന് പിരിഞ്ഞ് പോയതിനു ശേഷം സ്വന്തമായി പ്രസാധനം തുടങ്ങി, ആ കമ്പനി പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങി അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ അത് യാതൊരു ഭംഗവുമില്ലാതെ തുടർന്ന് പോന്നിരുന്നു. അതിൽ വലിയൊരു സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ വേറൊരു സന്തോഷം എടുത്ത് പറയാനുള്ളത്, DC സംഘത്തിൽ നിന്ന് പിരിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് ഇവിടെ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഈ കോട്ടയത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു 2 ഷോപ്പായിരുന്നു അന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചെറിയ ഒരു കിഴക്കാൻ തൂക്കമായ ഒരു കോണിയൊക്കെ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഏകദേശം പ്രസാധനം തുടങ്ങി ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഒരു പുസ്തകമായിട്ട് കയ്യെഴുത്ത് പ്രതിയായിട്ട് DC-യെ കാണുകയും ആ കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് 10ാമത്തെ 12ാമത്തെ പുസ്തകമാണത്. അതിനുശേഷം പ്രധാനപ്പെട്ട എല്ലാ പുസ്തകങ്ങളും DC-യാണ് പ്രസിദ്ധീകരിച്ചത്. എപ്പോഴും അദ്ദേഹത്തെ വന്ന് കാണുമ്പോഴൊക്കെ ഉപദേശ രൂപേണയല്ല, വളരെ രസകരമായിട്ട് ഒരു ഹ്യൂമർ സറ്റയറോട് കൂടിയിട്ട് തെറ്റായ കാര്യങ്ങളൊക്കെ അദ്ദേഹം എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. അത് പുസ്തക പ്രസാധനവുമായിട്ട് ബന്ധപ്പെട്ടതും എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടതും കാര്യങ്ങളാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയ TJS, അദ്ദേഹത്തെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ 18 വർഷത്തെ പരിചയമുണ്ട്. 1987 ഫെബ്രുവരിയിലാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തെ പറയാനൊരു 1-2 വാക്ക് പറയാൻ കാരണം, അദ്ദേഹം ആരാണെന്നുള്ളത് എല്ലാ മലയാളികൾക്കും അറിയില്ല, അധികം മലയാളികൾക്ക് അറിയാം. പക്ഷേ TJS ആരാണെന്നുള്ളത് കുറച്ചധികം മലയാളികൾക്ക് അറിയാതെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞ് 18 വർഷം മുമ്പ് പരിചയപ്പെട്ട അന്ന് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം ഒരു 14 ദിവസം ഒരു ഫിലിം ജൂറി കമ്മിറ്റിയിൽ ജൂറിയായിട്ട് ഞങ്ങൾ അടുത്തടുത്ത റൂമിൽ താമസിച്ചിരുന്നു. അപ്പോൾ ആ 14 ദിവസം കൊണ്ട് തന്നെ ഈ സൗഹൃദം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അറിവും പാണ്ഡിത്യവും വളരെ വിശാലമായി ചിന്തിക്കാനുള്ള കാഴ്ചപ്പാടുമൊക്കെ അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പത്രപ്രവർത്തനം മാത്രമല്ല, അദ്ദേഹം വലിയ പോത്തൻ ജോസഫിനെ പോലെയും കുൽദീപ് നെയ്യാറെ പോലെയൊക്കെയുള്ള ആ സ്ഥാനത്തുള്ള അതേ സ്ഥാനം വഹിക്കുന്ന അത്രയും കഴിവും ബലവുമുള്ള പത്രപ്രവർത്തകൻ ആണ്.
മാത്രമല്ല അദ്ദേഹം ഗ്രന്ഥകാരൻ കൂടിയാണ്. അദ്ദേഹം എഴുതിയ ജീവചരിത്രങ്ങൾ രണ്ട് പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ആദ്യം എഴുതിയ വി കെ കൃഷ്ണമോഹനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി. അവസാനം ഞാൻ വായിച്ച നർഗീസായിരുന്നു. അവസാനത്തെ 2 പുസ്തകങ്ങൾ വായിച്ചത്. ധാരാളം എഴുതിയിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ഒരു പുസ്തകം ഞങ്ങൾ പലപ്പോഴും ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ, അത്യാവശ്യത്തിന് പോകുമ്പോൾ, എപ്പോൾ പോയാലും ഏത് സമയത്ത് പോയാലും ജോർജിന് ടീച്ചേഴ്സിന് വിളിക്കും. അപ്പോൾ അവസാനമായിട്ട് സാധാരണ പുസ്തകം കൊടുക്കില്ല, സ്വന്തം പുസ്തകം കൊടുക്കില്ല. അപ്പോൾ അവസാനം ഞാനൊരു തവണ ആക്ഷേപം പറയാം, ഇത്രയും പരിചയമൊക്കെ ഉണ്ടായിട്ട് ഇത്രയും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു പുസ്തകം പോലും നിങ്ങൾ തരുന്നത്, നിങ്ങൾ ശരിയായിട്ടുള്ള അച്ചായനാണല്ലോ പാല. അപ്പോൾ അന്ന് എനിക്ക് ഒരു പുസ്തകം ഒപ്പിട്ട് കോട്ടബിൾ കൊട്ടേഷൻസ്, ഞാനൊരു അമൂല്യ ഗ്രന്ഥമായിട്ട് ഇന്നും അതിനേക്ക് കുറച്ച് മറച്ച് നോക്കി അതിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്കൊരു കഥ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കവിത എഴുതാൻ പറ്റും. അതിൽ കഥയും കവിതയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ കാര്യം കൊണ്ടാണ്. ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്ത പുസ്തകം നല്ല രസമുള്ള പേര് തന്നെയാണ്. ഇന്നലെ ഞാൻ ചോദിച്ചു പിന്നെ ശ്രീകുമാരോട്, ഇന്നലെ എനിക്ക് പുസ്തകം കിട്ടിയത്, ഞാൻ എന്താണ് ഏത് പുസ്തകമാണ്? അപ്പം ശ്രീകുമാരനോട് പറഞ്ഞു, രഹസ്യമാണ്, പുറത്ത് പറയരുത്. അപ്പോൾ എന്താണ്? അപ്പോൾ അത് പുസ്തകത്തിൻ്റെ പേര് തന്നെയായിരുന്നു. അപ്പോൾ DC-യുടെ ആ പേരിൽ പോലും ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇതിന് 2-3 പ്രത്യേകത ഉള്ളത്. ഇത് ഒരു പത്രപാരായണം പോലെ, പത്രം വായിക്കുന്ന മാതിരി വായിച്ച് മനസ്സിലാക്കാം. റിപ്പോർട്ടിംഗ് ആണ് മുഴുവനും. പക്ഷേ ഈ റിപ്പോർട്ടിങ്ങിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, അതിൻ്റെ സർഗാത്മകത. എല്ലാ റിപ്പോർട്ടിലും, എല്ലാ ലേഖനങ്ങളിലും, കുറിപ്പുകളിലും സർഗാത്മകതയുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് പത്രത്തിൽ വന്നതാണ്. 10 മാസത്തിനുള്ളിൽ എഴുതിയ ലേഖനങ്ങളാണ്. 1989 തൊട്ട് 90 വരെയുള്ള, ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള ഒരു 10 മാസത്തെ അദ്ദേഹം പത്രങ്ങളിലും മാസികകളിലും എഴുതിയ കുറിപ്പുകളും ലേഖനങ്ങളുമാണ്. അപ്പോൾ ഒരു വർഷത്തെ ചരിത്രമുണ്ട് ഇതിലൊരുപാട് വ്യക്തികളെ പരാമർശിക്കുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതിന് ഈ വ്യക്തികളെ പരാമർശിക്കുമ്പോഴും സംഭവങ്ങളെ പരാമർശിക്കുമ്പോഴും അതിനെക്കുറിച്ച് എഴുതുമ്പോഴൊക്കെ ഒരു വലിയ കാഴ്ചപ്പാട് അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. ആ വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ കൂടിയാണ് എല്ലാ സംഗതികളും കാണുന്നത്. പക്ഷേ ഈ കാണുന്ന കാഴ്ചപ്പാടിന് ഒരുമിച്ച് തന്നെ അദ്ദേഹം സറ്റയർ, ഭയങ്കര ലളിതങ്ങളുണ്ട്. പല സ്ഥലങ്ങളിൽ നമുക്ക് ലളിത ആസ്വദിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള DC-യുടെ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള അനേകായിരം ആളുകളുടെ, അനേകായിരം എഴുത്തുകാരുടെ, 1000 എഴുത്തുകാരുടെ പുസ്തകം പ്രസിദ്ധീകരിച്ച DC-യുടെ ഈ പുസ്തകം ഇന്ന് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട്. ഇതിപ്പോൾ DC എനിക്ക് തോന്നുന്നു 2 ദിവസത്തെ 5 പുസ്തകമാണ്. 2 ദിവസം കൊണ്ട് 5 പുസ്തകം പുറത്തു വരുന്നുണ്ട്. 800-ലധികം പുസ്തകങ്ങൾ കഴിഞ്ഞ വർഷത്തെ DC-ക്ക് ഇറക്കാൻ കഴിഞ്ഞു. നേരത്തെ അനുസ്മരണ പ്രഭാഷണത്തിൽ അദ്ദേഹം അതിനെ താരതമ്യപ്പെടുത്തുകയുണ്ടായി മറ്റ് പ്രസാധകരുമായിട്ടൊക്കെ. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസാധകനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ എന്തെഴുതിയാലും അത് DC പ്രസിദ്ധീകരിക്കുന്നു. പുതിയ ധാരാളം എഴുത്തുകാർ വന്നു, ധാരാളം പുതിയ എഴുത്തുകാർ, ധാരാളം കഥ എഴുത്തുകാർ, ധാരാളം നോവൽ എഴുത്തുകാരൊക്കെ വന്നു. അവരുടെയൊക്കെ പുസ്തകങ്ങൾ കഴിയുന്നത്ര DC പുസ്തകം ഇറക്കുന്നുണ്ട്, പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം നല്ല എഴുത്തുകാരുടെ എത്രമാത്രം നല്ല പുസ്തകങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു കാര്യം ഇതിൻ്റെ കൂടെ പറഞ്ഞതാണെങ്കിലും പറയുകയാണ്. മലയാളത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രസിദ്ധീകരണ രംഗത്ത് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം, നമുക്ക് പ്രസാധകൻ്റെ കൈവശം പല ഓഫീസിൽ നല്ല എഡിറ്റേഴ്സ് ഇല്ല. കേരളത്തിൽ മലയാളത്തിൽ എഡിറ്റേഴ്സ് ഇല്ല. ഇപ്പോൾ ഈയിടെ ഒരു ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ പുതിയ എഴുത്തുകാരുടെ, പുതിയ നോവലിസ്റ്റുകളുടെ 3 പുസ്തകം വാങ്ങിച്ചു. ഞാൻ പേര് പറയുന്നില്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചു. 3 പുസ്തകം വായിച്ചിട്ട്, കാരണം എങ്ങനെയാണ് പുതിയ നോവൽ എഴുത്തുകാർ, പുതിയ കഥാകൃത്തുക്കൾ അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരെങ്ങനെ എഴുതുന്നു, എങ്ങനെയുണ്ട്, എന്താണ് അവരുടെ സ്റ്റൈൽ, അവരുടെ രചനാ രീതി എന്താണ്, ഏത് രീതിയിൽ ചിന്തിക്കുന്നത്, ഏത് വിഷയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളെപ്പോഴും കുറച്ചുകൂടി മുതിർന്ന എഴുത്തുകാരൊക്കെ എപ്പോഴും പുതിയ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിയാണ് 3 പുസ്തകങ്ങൾ വാങ്ങിച്ചത്. 250, 80, 70 റുപ്യയുടെ നോവലുകളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ 100-150 പേജുള്ള പുസ്തകങ്ങളാണ്. അത് നല്ലൊരു എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അടക്കം ഞാൻ പറയുകയാണ്, എൻ്റെ നോവലുകളും കഥകളും അടക്കം പറയായിരുന്നു. നല്ലൊരു എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ആ 150 പേജുള്ളത് ഒരു 120 അത് 110 പേജാക്കി ചുരുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എഡിറ്ററെ വെച്ച് പേജ് ചുരുക്കുമ്പോൾ പ്രസാധകൻ വായനക്കാരൻ്റെ അടുത്ത് തൻ്റെ കടമ നിർവഹിക്കുന്നത്. വായനക്കാരൻ്റെ പണമാണ് നമ്മൾ പോക്കറ്റ് അടിക്കുന്നത്. കാരണം അവർ ഞാൻ പറയാം, എൻ്റെ അടക്കം, ഞാൻ എന്ന എഴുത്തുകാരൻ അടക്കം പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഭാവം നമുക്കുണ്ട്. ആ അഭാവം നികത്തണമെങ്കിൽ നല്ല എഡിറ്റേഴ്സ് തന്നെ വേണം. അപ്പം നമ്മൾ മലയാളത്തിലെ മലയാളികൾക്ക്, എഴുത്തുകാരായ മലയാളികൾക്ക് ഒരു ദോഷമുണ്ട്. എന്ത് എഴുതിയാലും താൻ എഴുതിയതൊക്കെ വലിയ കേമമാണെന്നുള്ള ധാരണ എല്ലാ ആൾക്കും ഉണ്ട്.
ഒരു വരി വിട്ടൊരു കവിതയിൽ ഒരു ചെറിയ വരി പിന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറുകഥയിൽ ഒരു പാരഗ്രാഫ് വിട്ടിട്ടുണ്ടെങ്കിൽ പത്രാധിപരുടെ കയർക്കുന്ന എഴുത്തുകാരുണ്ട്. അത് ശരിയല്ല. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പത്രാധിപരുടെ ധർമ്മമാണ്, അദ്ദേഹത്തിൻ്റെ കടമയാണ്, അദ്ദേഹത്തിൻ്റെ നിക്ഷിപ്തമായ അധികാരം. അവർക്കത് എഡിറ്റ് ചെയ്യാം. അത് അങ്ങനെ ഒരു കഥ അല്ലെങ്കിൽ നോവൽ, കവിത ഒരു പത്രാധിപർക്ക് ഒരു എഡിറ്റർ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവന് ധർമ്മമുണ്ട് അതിൻ്റെ. അത് അവരുടെ അവകാശമാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് കഥയും നോവലും എല്ലാം ഇത് പുറത്ത് വരുന്നു. ഇന്നിപ്പം ധാരാളം ആളുകൾ പുതിയ എഴുത്തുകാർ വന്നിരിക്കുന്നു. ഇന്ന് പൊക്കുടൻ എഴുതുന്നു, പോലീസുകാരൻ തൻ്റെ കഥ എഴുതുന്നു, ഒരു ലൈംഗിക തൊഴിലാളി കഥ എഴുതുന്നു. അപ്പോൾ എഴുത്തുകാർ ഒരു പ്രത്യേക വർഗ്ഗമല്ല. എഴുത്തുകാർ പ്രത്യേക വർഗ്ഗമായിരുന്നതിന് ഘടകവിരുദ്ധമായിട്ട് പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഒരു വലിയ പരാമർശങ്ങളുണ്ടായി. പ്രതിഷ്ഠരായിട്ടുള്ള എഴുത്തുകാർക്ക് പുതിയ എഴുത്തുകാർ വരുന്നതിൽ ഭയം, പുതിയ വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ, അതിന് ഒരുപാട് ചർച്ചകളുണ്ടായി. പക്ഷേ അത് വരണം, അത്തരം പുസ്തകങ്ങൾ വരണം, പുതിയ എഴുത്തുകാർ വരണം. ഒരു പോലീസുകാരൻ പുസ്തകം എഴുതണം, ഒരു ലൈംഗിക തൊഴിലാളി പുസ്തകം എഴുതണം, ഒരു പൊക്കുടൻ, ഒരു ആദിവാസി കർഷകൻ പൊക്കുടൻ പുസ്തകം എഴുതുന്നു. അത്തരം പുതിയ പുതിയ പുസ്തകങ്ങൾ വരട്ടെ. അത്തരം പുതിയ പുസ്തകങ്ങൾ വന്ന് അതൊക്കെ അതൊരു സമൂഹത്തിനുള്ള സംഭാവനയാണ്. അത്തരം ധാരാളം സംഭാവനകൾ ഇനിയും DC ബുക്സിന് മലയാളികൾക്ക് സമ്മാനമായി കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ പുന്നത്തൽ കുഞ്ഞബ്ദുള്ള, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ സുകുമാർ അഴീക്കോട്, DGയെ പറ്റി അനുസ്മരണ പ്രഭാഷണം നടത്തിയ പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനും സാഹിത്യകാരനുമായ ശ്രീ ജോർജ്, പ്രിയ സുഹൃത്തുക്കളെ, സഹൃദയരെ, പുസ്തകപ്രേമികളെ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കരുതി പോന്നിരുന്ന ശ്രീ DC എഴുതിയ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹമായിട്ട് എനിക്ക് വളരെ വർഷത്തെ പരിചയമുണ്ട്, സ്നേഹബന്ധമുണ്ട്. പരസ്പരം ഞങ്ങൾ അത്രമാത്രം അടുത്ത് പെരുമാറിയിരുന്ന വ്യക്തികളായിരുന്നു. സൂക്ഷ്മമായി പറഞ്ഞാൽ ഇന്നേക്ക് 57 കൊല്ലത്തിന് മുൻപാണ് ഞാൻ DCയെ പരിചയപ്പെടുന്നത്. ഈ വർഷം ഇത്രമാത്രം കൃത്യമായിട്ട് ഓർക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്തൊരു വർഷമാണ് 1948. ഈ 1948 ഞാൻ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ മലയാളം അധ്യാപകനാണ്. അന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറായിരുന്നു ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ്. എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ. അപ്പോൾ കുറ്റിപ്പുഴ താമസിച്ചുകൊണ്ടിരുന്നത് ആലുവ പുഴയുടെ തീരത്താണ്. ഞങ്ങൾ വൈകുന്നേരം ഒരു നടക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലും, സാറിൻ്റെ വീട്ടിൽ പോകും. സാറ് ഒന്നിച്ച് ആലുവ മണപ്പുറത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 2 വ്യക്തികൾ അവിടെ എത്തിയത്. ഒന്ന് MP പോളായിരുന്നു, മറ്റൊന്ന് DC കിഴക്കേമുറി. അപ്പോൾ MP പോൾ സാറിൻ്റെ മകളെ ഞാൻ അന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, റോസി തോമസ്. അന്ന് അവളുടെ പേര് പിന്നെ MP റോസി എന്നാണ് അന്ന്. ഇപ്പോൾ റോസി തോമസ്, CJ തോമസിൻ്റെ ഭാര്യ. അവളന്ന് BAക്ക് പഠിക്കുകയാണ്. അപ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ് പരിചയപ്പെടുത്തി, ഇതിനാരാണ് ഈ പുതുതായിട്ട് വന്ന മലയാളം അധ്യാപകനാണ്, രാമവർമ്മ എന്നാണ് പേര് എന്നൊക്കെ പരിചയപ്പെടുത്തി. അന്ന് എനിക്ക് 22 വയസ്സേ ഉള്ളൂ, DCക്ക് 34 വയസ്സുണ്ട്. അന്ന് കണ്ടാൽ നല്ല സൗഭാഗ്യമുള്ള ആ മുഖത്തെ ഒരു ചൈതന്യം പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ല. അത്രമാത്രം സുഭകനായ, സരസനായ, സംഭാഷണപ്രിയനായ DCയെ അന്ന് ഞാൻ പരിചയപ്പെട്ടതാണ് 1948. അത് കഴിഞ്ഞ് 3-4 കൊല്ലം കഴിഞ്ഞു. കോട്ടയം CMS കോളേജിൽ ഞാൻ വരുന്ന 1952 52 അന്ന് ഞങ്ങൾ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ച് പുസ്തകം എഴുതി, ലൈബ്രറിക്ക് കുറച്ച് പുസ്തകം വേണമായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ലൈബ്രറിയിൽ പുസ്തകങ്ങളുണ്ട്, ചെറുകഥകളുണ്ട്, നോവലുകളുണ്ട്, കവിതകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ റെഫറൻസിന് പറ്റിയ പുസ്തകങ്ങളില്ല. അപ്പോൾ ഞാൻ അന്ന് പ്രിൻസിപ്പൽ PC ജോസഫ് സാറാണ് പ്രിൻസിപ്പൽ. ഞാൻ പറഞ്ഞു, മലയാളത്തിലേക്ക് വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ ലൈബ്രറിയിൽ, നമുക്ക് കുറച്ച് റെഫറൻസിന് അത്യാവശ്യമായിട്ട് പുസ്തകങ്ങൾ വേണം, അത് ഞാനൊരു ലിസ്റ്റ് തരാം, അത് സാറ് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തു. അപ്പോൾ ഒരു 2000 രൂപയുടെ പുസ്തകമാണ് ലിസ്റ്റ് എഴുതി കൊടുത്തത്. അന്നത്തെ 2000 ആണെന്ന് ഓർക്കണം. ജോസഫ് സാർ ഇത് കണ്ടിട്ട് പറയുകയാണ്, മലയാളത്തിൽ ഇത്രയുള്ള പുസ്തകങ്ങളുണ്ടോ? 2000 രൂപയ്ക്കുള്ള പുസ്തകങ്ങളോ മലയാളത്തിലോ? ഞാൻ പറഞ്ഞത്, സാർ അങ്ങനെ പറയരുത്, നാഷണൽ ബുക്ക് സ്റ്റാൾ വരെ വന്നാൽ, കളരിക്കൽ ബസാറിലെ നാഷണൽ ബുക്ക് സ്റ്റാൾ വരെ വന്നു കഴിഞ്ഞാൽ ഞാൻ ബോധ്യപ്പെടുത്താം മലയാളത്തിൽ എത്രമാത്രം പുസ്തകങ്ങളുണ്ടെന്ന് എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു, ആയിക്കോട്ടെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 2000 രൂപ എന്ന് പറഞ്ഞാൽ ഇനി 25,000 രൂപയില്ല, അതിൽ കൂടുതലുണ്ട്. ഞാൻ നാഷണൽ ബുക്ക് സ്റ്റാളിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ
DC അവിടെ വെച്ച് കാണുന്നു. എന്നെ കണ്ട് വന്ന് കെട്ടിപ്പിടിച്ചു. ഇവിടെ എത്തിയോ കോട്ടയത്ത്, സന്തോഷം, നമുക്ക് ഒന്നിച്ച് ഇനി പെരുമാറാമല്ലോ എന്ന് പറഞ്ഞു. അന്ന് എന്തൊക്കെ പുസ്തകങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര ഒരു ലിസ്റ്റുണ്ട്, ഇത്രയും രൂപ, അതിൽ കൂടുതൽ കവിയരുത്, അതുകൊണ്ട് അതിനുള്ള പുസ്തകങ്ങൾ നിർദ്ദേശിക്കണം. ശരി, ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞ പുസ്തകങ്ങളുടെ NBSC ചെന്ന് പുസ്തകങ്ങളൊക്കെ എത്ര എടുത്തു. അതിനങ്ങനെ രണ്ടാമത്തെ ഘട്ടം. എനിക്ക് മറക്കാൻ പാടില്ലാത്ത ചില ഘട്ടങ്ങളാണ്. ഈ പുസ്തകമായിട്ട് ബന്ധമുണ്ട്. പുസ്തകത്തിൻ്റെ പേര് രഹസ്യമാണ് പുറത്തു പറയരുതെന്നാണ് ഈ പുസ്തകത്തിൻ്റെ ശീർഷകം. രഹസ്യമാണ് പുറത്തു പറയരുത്. ഞാനും അതുപോലെ തന്നെ പറയുന്നു, ഈ പറയുന്നതൊക്കെ രഹസ്യമാണ്, നിങ്ങൾ പുറത്തു പറയരുതെന്ന്. പിന്നെ ഈ പുസ്തകത്തിൻ്റെ ഈ ശീർഷകം കണ്ടപ്പോൾ ഞാൻ ഒരു വലിയൊരു പ്രസിദ്ധ പദ്യം ഞാൻ ഓർത്തു. ആ പദ്യം ഡോക്ടർ സുകുമാർ അഴീക്കോടിനും അറിയാം, മുൻപ് ഇരിക്കുന്ന മാത്യു ഉലകന്തർ സാറിനും അറിയാം. ഭവഭൂതി എന്ന് പറയുന്നൊരു മലയാളം സംസ്കൃത മഹാകവി കാളിദാസൻ്റെ സമശീർഷനായ എന്ന് തന്നെ പറയാം. ഭവഭൂതി ഉത്തരാമേരിതം നാടകം എഴുതിയിട്ടുണ്ട്. ആ ഉത്തരാമേരിതം നാടകം തർജ്ജമ ചെയ്തത് ചമ്പത്തിൽ ചാത്തുക്കുട്ടി മന്നാടിയാരാണ്. ഈ ചമ്പത്തിൽ ചാത്തുക്കുട്ടി മന്നാടിയാർ എന്നുള്ള പേര് ഈ ശ്ലോകത്തിൽ വരത്തക്കവണ്ണമാണ് അതിൽ നിബന്ധിച്ചിരിക്കുന്ന ഒരു ശ്ലോകം. അത് ഈ നടി സൂത്രധാരനോട് ചോദിക്കും, ഈ നാടകം ആരാണ് തർജ്ജമ ചെയ്തത്? ഞാൻ പറയാം എന്ന് പറഞ്ഞു. ചാരത്ത് നിൽക്ക് മുട്ടിക്കൊണ്ട് ആരെന്നോതാം രഹസ്യമായി, മറന്നാൽ കൂടി നീ ആർക്കും അറിയിക്കൊല്ല മൽപ്രിയെന്ന്. ഞാൻ പറയാം, ചാരത്ത് നിൽക്ക് മുട്ടിക്കൊണ്ട്, നീ എന്നോട് ചേർന്ന് നിൽക്കൂ. ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ചാരത്ത് നിൽക്ക് മുട്ടിക്കൊണ്ട് ആരെന്നോതാം രഹസ്യമായി, മറന്നാൽ കൂടി നീ ആർക്കും അറിയിക്കൊല്ല മൽപ്രിയെന്നാണ്. മറന്നാൽ പിന്നെ എങ്ങനെ അറിയിക്കുന്നത്? ശരി, ഫലിതമാണ്. മറന്നാൽ കൂടി നീ ആർക്കും അറിയിക്കൊല്ല മൽപ്രിയെ. ഇത് ഓരോ അക്ഷരം മാറ്റി മാറ്റി വെച്ചാൽ ചാത്തുക്കുട്ടി മന്നാടിയാർന്ന് വരും. ചാരത്ത് നിൽക്കു മുട്ടിക്കൊണ്ട് ആരെന്നോതാം രഹസ്യമായി, മറന്നാൽ കൂടി നീ ആർക്കും അറിയിക്കൊല്ല മൽപ്രിയ എന്നുള്ളത് ചാത്തുക്കുട്ടി മന്നാടിയാർ. അതാണ് ശ്ലോകം. വെറുതെ വന്നു ഇങ്ങനെ ഇങ്ങനെ രഹസ്യമാണ് പുറത്ത് പറയരുത് എന്നുള്ളത്. പിന്നെ കോട്ടയത്ത് വന്ന് വടക്കാംകുറായരായവർമ്മയുടെ അനുസ്മരണ ഒരു യോഗം കോട്ടയത്തുണ്ടായിരുന്നു. DC എന്നോടാണ് പറഞ്ഞത്, നിങ്ങൾ മതി മുഖ്യ പ്രഭാഷകനായിട്ട് നിങ്ങൾ മതി എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ DC കിഴക്കമുറി എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു, എൻ്റെ ഉപദേഷ്ടാവായിരുന്നു, എൻ്റെ അഭ്യുദയകാംക്ഷിയായിരുന്നു. ഞങ്ങൾ ലോക മലയാള സമ്മേളനം നടന്നു പുതുശ്ശേരി രാമേന്ദ്രൻ്റെ നേതൃത്വത്തിൽ. വള്ളത്തോളിൻ്റെ ഗൃഹത്തിൽ പോയി. വള്ളത്തോളിൻ്റെ പത്നിയാണെന്ന് ദീപശിഖ കൊടുത്തി തന്നത്. ഇങ്ങോട്ട് മടങ്ങി വരുന്ന വഴിക്ക് എറണാകുളത്ത് വന്നു. അതുകൊണ്ട് DC ഉണ്ട്, ഞാനും ഉണ്ട്. എറണാകുളത്ത് വന്നപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നല്ല വിശപ്പ് എല്ലാവർക്കും. എറണാകുളത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഉണ്ടാലെത്താമെന്ന് ചോദിച്ചു. അപ്പോൾ DC പറഞ്ഞു, വരട്ടെ, എനിക്ക് പിന്നെ ലളിതാംബിക അന്തർജനത്തിൻ്റെ വീട്ടിൽ പോകണം, പാലായിൽ രാമപുരത്ത്, അവിടെ ചെന്നിട്ടേ ഊണ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ അവരോട് എന്താ ഈ ലളിതാംബിക അന്തർജനത്തിൻ്റെ അത്ര ശരി, അവിടെ ചെന്നല്ലേ ഊണ് കഴിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ദിവസം വരുമെന്ന്, അന്തർജനം അവിടെ എനിക്ക് പായസം കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, ഞാനും അപ്പോഴേ ഊണ് കഴിക്കുന്നുള്ളൂ, കാരണം എനിക്ക് വെജിറ്റേറിയൻ മീൽസാണ്. DCയും വെജിറ്റേറിയനാണ്, പ്യുവർ വെജിറ്റേറിയനാണ് DC, ഞാനും വെജിറ്റേറിയനാണ്. അപ്പോൾ പറഞ്ഞു, DCയോട് ഞാൻ ചോദിച്ചു, പാലായി രാമപുരത്ത് ചെന്നപ്പോൾ അന്ന് ഈ ലളിതാംബിക അന്തർജനം സ്വന്തമായിട്ട് പാകപ്പെടുത്തിയ പാൽപ്പായസം അന്ന് വന്നിരിക്കുന്നു. എന്ത് രുചിയായിരുന്നു ആ പായസത്തിന്! അത്ര ബന്ധമായിരുന്നു അന്തർജനമായിട്ട് DC-ക്ക് ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ചൊരു മുറിയിൽ താമസിച്ചിട്ടുമുണ്ട്. അപ്പോൾ താമസിക്കുമ്പോൾ എനിക്കറിയാം DC-യുടെ ജനേരിയകൾ എങ്ങനെയായിരുന്നു. DC പിന്നെ എണ്ണ തേക്കുന്നു. അദ്ദേഹത്തിന് ആയുർവേദത്തോടും പിന്നെ ഹോമിയോപ്പതിയോടുമാണ് കൂടുതൽ താല്പര്യം. അലോപ്പതിയോട് അത്രമാത്രം നല്ല താല്പര്യം ഇല്ലായിരുന്നു. ഒടുവിലാണ് തേക്കുന്നത് തന്നെ സോപ്പ്, ചന്ദ്രിക സോപ്പാണ്. ചന്ദ്രിക ഞാൻ തേക്കുന്നത് കുറച്ച് നല്ല സോപ്പാണ് എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ഞങ്ങൾ ഒന്നിച്ച് കഴിയേണ്ടി വന്ന ഒരു മുഹൂർത്തം കൂടി ഓർത്തുകൊണ്ട് ഞാൻ നിർത്താൻ പോവാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതിയുണ്ട്. ഇപ്പോൾ ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതിയുടെ പ്രസിഡന്റ് മനോരമയിലെ മാത്തുക്കുട്ടി ചായനാണ്. മാത്തുക്കുട്ടി ചായനായിരുന്നു അന്ന് DC കിഴക്കമുറി എൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ DC ചെയ്ത് വലിയ സഹായം, ഈ കോടിമതയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകമായിട്ട് 2 നില കെട്ടിടം പണിയുന്നു. ഈ കെട്ടിടം പണിയാനുള്ള തുക ഐതിഹ്യമാല വിറ്റാണ് ഉണ്ടാക്കിയത്. ഈ ഐതിഹ്യമാല വിൽക്കാൻ കാരണം DC കിഴക്കമുറി ഇപ്പം തൃശ്ശൂർ ചെന്ന് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ കണ്ട് അതിൻ്റെ പകർപ്പവകാശം വിലയ്ക്ക് വാങ്ങിച്ച് അച്ചടിച്ച് വരണം തുടങ്ങി. ലക്ഷക്കണക്കിനാണ് കോപ്പികൾ വിറ്റഴിഞ്ഞ് ഐതിഹ്യമാല. അതിൻ്റെ പണം കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ കോടിമതയിലുള്ള കൊട്ടാര ശങ്കുണ്ണി സ്മാരക മന്ദിരം പണിഞ്ഞിരിക്കുന്നത്. DC വൈസ് പ്രസിഡൻ്റാണ്. അതുകൊണ്ട് അന്നും വളരെ ഞങ്ങൾ ഈ ശങ്കുണ്ണി സ്മാരകത്തിന് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മാത്തുക്കുട്ടി ചായൻ ഒഴിഞ്ഞു അതെല്ലാം. ഇപ്പം മാത്തുക്കുട്ടി ചായൻ എന്നെ പിടിച്ചിരുത്തിയ ആ സ്ഥാനത്ത്. ഇപ്പം ഞാൻ എൻ്റെ പ്രസിഡൻ്റാണ്. രവി DC ഉണ്ട്. രവി DC ട്രഷററാണ്. അപ്പോൾ എനിക്കൊരു കാരൂർ നീലകണ്ഠപിള്ള സാർ ഞാൻ കോട്ടയത്ത് വരുമ്പോഴുണ്ട്. കാരൂർ നീലകണ്ഠപിള്ള സാറിൻ്റെ മകളെ ഞാൻ പഠിപ്പിച്ചു, B. സരസ്വതി.
പിന്നെ MP പോളുടെ മകളെ പഠിപ്പിച്ചു. പക്ഷേ DC കിഴക്കേമുറിയുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല, ഈ DC അദ്ദേഹത്തിൻ്റെ സഹോദരിയും. പക്ഷേ എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്രമാത്രം സൗഹാർദ്ദത്തോടെ ഇന്നും പുലർത്തുന്ന കുടുംബമായിട്ട് അത്രമാത്രം ബന്ധമുണ്ട്. പൊന്നമ്മ ചേച്ചി എൻ്റെ മുമ്പിലിരിപ്പുണ്ട്, പൊന്നമ്മ ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഏതായാലും ഇവിടെ വന്ന് ഇതൊരു വലിയൊരു ഒരു നിയോഗമാണെന്ന് തന്നെ പറയാം. ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ സാധിച്ചത് ദൈവ നിയോഗം തന്നെയാണ്. എനിക്ക് വളരെ കൃതജ്ഞതയുണ്ട്. അത് പറഞ്ഞാൽ ഒതുങ്ങുകയില്ല. ഞാൻ എൻ്റെ എന്തെന്നില്ലാത്തൊരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം. DC ക്വിസ് ക്ലബ് ഓഫ് DCS മാറ്റും DC കിഴക്കേമുറി ഫൗണ്ടേഷൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പ്രഥമ അഖില കേരള ഇൻ്റർ കോളേജിയറ്റ് പ്രശ്നോത്തരിയിലെ സമ്മാനദാന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 4ാം സ്ഥാനത്തിന് അർഹമായ ടീം സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട്സ് കോട്ടയം, അനീഷ് എസ് ആൻഡ് ടോം ജോസ് ഇവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി ശ്രീ TJS ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. അടുത്തത് 3ാം സ്ഥാനത്തിന് അർഹമായ അരുൺ വാര്യർ ആൻഡ് ആബിദ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോട് അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത 2ാം സ്ഥാനത്തിന് അർഹമായ ബിനു തോമസ്, അരുൺ വിക്രം ദേവ് ഓഫ് ലോ അക്കാദമി തിരുവനന്തപുരം അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ വിജയികളായ അജയ് ജോയ്, ബോബി അലക്സ് ഫിലിപ്പ് ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്വിസ് മാസ്റ്റർ ശ്രീ എബ്രഹാം ജോസഫ് സാറാണ്. സാർക്ക് ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി ശ്രീ സുകുമാർ അഴീക്കോട് സാറിനെ ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. നന്ദി സാർ. DC സാറിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളെ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സുകുമാർ അഴീക്കോട് സാറിനെ നിങ്ങളുടെ ഏവരുടെയും പേരിലും DC പ്രവർത്തകരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. പ്രസാധന കലയും DC സാറും പ്രസാധന രംഗത്തെ പുതിയ മാറ്റങ്ങളുമെല്ലാം നമ്മുടെ മുന്നിൽ നിരത്തിക്കൊണ്ട് നമ്മളെ DC സാറിൻ്റെ ഓർമ്മകൾ എന്നതുപോലെ തന്നെ പ്രസാധന രംഗത്ത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തിയ ശ്രീ TJS ജോർജിനും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC പ്രവർത്തകരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തക പ്രകാശനം നിർവഹിച്ച നമുക്കെല്ലാം പ്രിയപ്പെട്ട DC ബുക്സിൻ്റെ പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായ ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയ്ക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC പ്രവർത്തകരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.
പുസ്തകം ഏറ്റുവാങ്ങിയ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ DC സാറിൻ്റെ ഏറ്റവും അടുത്ത സഹചാരിയായിരുന്നു. അദ്ദേഹത്തിനും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC പ്രവർത്തകരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഇത്തരമൊരു ചടങ്ങിൻ്റെ ഭാഗമായി അതിനു മുൻപേ നടന്ന ക്വിസ് മത്സരത്തിൽ വിജയികളായ എല്ലാവർക്കും DC ബുക്സിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ചടങ്ങിൽ സംബന്ധിച്ച പത്രപ്രവർത്തകർ, മറ്റു മാധ്യമപ്രവർത്തകർ, അവർക്കും DC ബുക്സിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് ഇത്രയും ധന്യമാക്കാൻ സഹായിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. ഇതോടുകൂടി യോഗം അവസാനിക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.